ഞായറാഴ്ച കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തിരിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ 2.5 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ മുമ്പിൽ വെച്ച് റിപ്പയർ ചെയ്ത് കാണിക്കണം. രണ്ടാമതായി കുട്ടികൾ ചിത്രങ്ങൾ കൊടുക്കണം. ആ ചിത്രം കുട്ടിക്ക് കൈവച്ച് കളിക്കും. പക്ഷെ കുട്ടി വിചാരിക്കുന്നിടത്തുള്ള കൈ പോലെ കുട്ടിക്ക് ആ മൂവ്മെൻറ്റ് സിങ്ക്രണൈസേഷൻ ഇല്ല. കൈവച്ച് ചിത്രം കീറി പോകും. ചിത്രം കീറി കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെച്ചിട്ട് 2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞുങ്ങളുടെ ചിത്രത്തിൻ്റെ മറു സൈഡിൽ സെലോട്ടേപ്പ് പൊട്ടി ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് വലിയ കലാകാരനായി തീരും. ആ കുട്ടി ഒരു ലിയോണോ ഡാ വിഞ്ചിയോ മൈക്കലാഞ്ചലോയോ ഒരു പാട്ടുകാരൻ യേശുദാസോ ഒരു രാജാരവിയോ ഒക്കെ ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. മൂന്നാമതായി കുട്ടികൾക്ക് ബലൂണുകൾ കൊടുക്കണം. കുട്ടി ബലൂൺ ഇട്ടിങ്ങനെ തട്ടും, ടപ്പൊന്നും പൊട്ടും. സിമ്പിൾ കെമിസ്ട്രിയാണ്. റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് കയറിയാൽ എക്സോസ്മോസിസ് പ്രോസസ്സിലൂടെ റബ്ബർ പൊട്ടും. കുട്ടി വലിയ വലിയ കരയും, അച്ഛൻ വലിയ വലിയ ചിരിക്കും. അച്ഛൻ നിറയെ ബലൂൺ പൊട്ടുന്ന ഒരു ബലൂൺ കുട്ടി അടുത്ത ബലൂൺ കൊടുക്കുക, ആ ബലൂൺ കുട്ടി അടുത്ത ബലൂൺ കൊടുക്കുക. എത്രത്തോളം ബലൂണുകൾ പൊട്ടിക്കുന്നോ കുഞ്ഞിന് മനസ്സിലാവും ജീവിതം നശ്വരമാണ്. ഞാൻ മരിച്ചാൽ എന്നെ ലോകത്തിൽ ആളുകൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് അവൻ പ്രസിദ്ധനാവാൻ നോക്കും. ഇംഗ്ലീഷിൽ പറയും ഫെയിം ഇസ് ദ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഓഫ് നോബൽ സോസ്. ആ കുട്ടി പിൽക്കാലത്ത് ലോകം അറിയുന്ന മഹാനായ വ്യക്തിയായിരുന്നു. ചില കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, വല്യപ്പനും വല്യമ്മയൊക്കെ ചത്തുപോയി, ഞാൻ എനിക്ക് അതുപോലെയൊക്കെ ആവും. പക്ഷെ ആത്മാവ് അനശ്വരമാണ്. അങ്ങനെയാണ് കുട്ടിക്ക് മനസ്സിലാവുന്നെങ്കിൽ കുട്ടി വലിയൊരു വിവേകാനന്ദ സ്വാമിയോ ഒരു മദർ തെരേസ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിത്തീരുന്ന ശാസ്ത്രജ്ഞനാണ്. നാലാമതായി മുത്തശ്ശനെ ശുശ്രൂഷിക്കുമ്പോൾ കുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് നിർത്തണം. കുട്ടിക്കൊണ്ട് ചെറിയ റോഡ് കൊടുക്കുന്നത് നല്ലതാണ്. കുഞ്ഞ് ഒരു പത്ത് വെള്ളം കൊണ്ടുപോകണേ വലിയച്ഛനെ ഒന്ന് കുളിപ്പിക്കണ്ടേ, മോളെ ഒരു തോർത്തെടുത്തുകൊണ്ട് വലിയച്ഛനെ തുടക്കണ്ടേ. അങ്ങനെ ഈ മുത്തശ്ശനെയും മുത്തശ്ശിയും അച്ഛനും അവരും ശുശ്രൂഷിക്കുന്ന കുട്ടികൾ കണ്ടാൽ കുട്ടി പിൽക്കാലത്ത് വലിയൊരു ഡോക്ടറോ ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലോ വലിയൊരു നഴ്സോ സാമൂഹ്യ പ്രവർത്തകർക്ക് ആയിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ്. അല്ലാതെ മുത്തപ്പനെ ചീത്ത വെച്ചിട്ട് മോനെ ഡോക്ടറാണോ പറഞ്ഞാൽ ഡോക്ടറാകുന്ന ഒരു സംഭവങ്ങളാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അങ്ങനെ 3 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം തുറക്കുകയാണ്. ഒരു മനുഷ്യൻ ആരായിട്ട് നിശ്ചയിക്കുന്ന വയസ്സ് ഏതാണ്? ശാസ്ത്രം പറയുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഈ 4 ക്ലാസ്സാണ് കുട്ടി ഭാവിയിൽ ആരായിട്ട് നിശ്ചയിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് 3 എസെൻഷ്യൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെങ്കിലേ കുട്ടി വലിയ നിലയിൽ എത്തിച്ചേരുകയുള്ളൂ. അതിലേറ്റവും ആദ്യമായി കുട്ടിക്ക് കിട്ടേണ്ട ഗുണം ഒബ്സർവേഷൻ പവറാണ്. കുട്ടിക്കൊരു കാര്യം കണ്ടാൽ അതെന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതിനാണ് വളരെ ശ്രദ്ധേയമായി ഇംഗ്ലീഷിൽ ഒരു നഴ്സറി ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബോവ് ദ ബേർഡ്സ് ഓഫ് ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കുട്ടി ആകാശത്ത് നോക്കി ഈ നഴ്സറി ടീച്ചർ പഠിപ്പിച്ച ആ നക്ഷത്രം ഇങ്ങനെ ചുമന്ന് നോക്കി അത് കണ്ടുപിടിക്കും. എന്നാൽ മലയാളത്തിൽ ഇതേ ഒരു കവി ഇതേ നഴ്സറിയിൽ വേണ്ടി കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണ്, വല്ലതും തട്ടി മറിച്ചോ നീ, വല്ലാത്ത വാശി പിടിച്ചോ നീ. പടക്ക് ഈ വീട്ടിൽ കുസൃതി കാണിച്ചാൽ എല്ലാവരും വീട്ടിൽ കുസൃതി കാണിച്ചാൽ മച്ചൻ്റെ മേളിൽ കയറ്റി വരും. അങ്ങനെ മച്ചിൻ്റെ മേളിൽ കയറുന്ന കുട്ടി ആകാശത്തോട് നോക്കി കുട്ടി നക്ഷത്രത്തെ കണ്ടു. കുട്ടിയെ നക്ഷത്രം ചോദിക്കുകയാണ്, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണ്. പിന്നെ ഇവനെ സാധാരണ മച്ചിലിരിക്കുന്ന 2 കുറ്റമാണ്. വല്ലതും തട്ടി മറിച്ചോ നീ, വല്ലാതെ വാശി പിടിച്ചോ നീ. നക്ഷത്രം ചോദിക്കുകയാണ്. കുട്ടി ആ നക്ഷത്രത്തെ മനസ്സിലാക്കുക. ഒബ്സർവേഷൻ പവറാണ്. രാവിലെ മുത്തശ്ശി കുഞ്ഞിനെ കൊണ്ട് നേരെ ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് വന്ന് വിളക്ക് കത്തിക്കും. എന്നിട്ട് വല്യമ്മ പാടും, പിച്ചി മന്ദാരം തുളസി ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പ തന്നെ കൈ തൊഴുന്നേ. മുത്തശ്ശി പറയും, മോനെ ഇതാണ് പിച്ചിപ്പൂ, ഇതാണ് മന്ദാരപ്പൂ, ഇതാണ് തുളസിപ്പൂ. പൂക്കളെ തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. വസന്തം വരും. കുമാരനാശാന്റെ പ്രസിദ്ധമായ വസന്തത്തെ സ്വീകരിക്കുന്ന പാട്ടാണ്. പൂക്കുന്നി താമല്ല പൂക്കുന്നില്ല നീ, പൂക്കുന്നു തേമോ പൂക്കുന്ന ശോകം. അപ്പോൾ ഓണം എന്നോട് വരുമ്പോൾ മുത്തശ്ശി കുഞ്ഞിനെ കൊണ്ട് എടുത്തറങ്ങും. കണ്ടോ മോനെ, ഇവഞ്ഞ് പൂക്കുന്നുണ്ടോ, മറ്റേ വൃക്ഷം പൂക്കുന്നുണ്ടോ? കുട്ടി ആ വൃക്ഷങ്ങളെ തിരിച്ചറിയും, പൂക്കളെ തിരിച്ചറിയും. ഈ കഴിവ് കുട്ടിക്ക് ഒബ്സർവേഷൻ ഉണ്ടാവും, ആദ്യമായി ഉണ്ടാവണം. രണ്ടാമത് കുട്ടിക്ക് ഉണ്ടാവേണ്ടത് വൊക്കാബുലറിയാണ്, സംസാരിക്കാനുള്ള ഭാഷ. കുട്ടിയോട് 3 വയസ്സാകുമ്പോൾ എത്ര പേർ സംസാരിക്കുന്നു അത്രയുമാണ് കുട്ടിയുടെ സംസാരത്തിനുള്ള കഴിവ്. വീട്ടിൽ അമ്മയും അപ്പനും വേലക്കാരെയും മാത്രമേ ഉള്ളെങ്കിൽ പകൽ വേലക്കാരെ മാത്രമേ ഉള്ളൂ. ആ വേലക്കാരുടെ വാക്കുകളും ഭാഷ മാത്രമേ കുഞ്ഞിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പണ്ട് കൂട്ടുകുടുംബത്തിൽ 10 കുട്ടിയോട് സംസാരിക്കും. അത്രയും അറിവാണ് ഭാഷയിൽ കുട്ടിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എത്രയും കൂടുതൽ ആളുകൾ കുട്ടിയോട് സംസാരിക്കുന്നോ അത്രയും കുട്ടിക്ക് വൊക്കാബുലറി ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കുട്ടികൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി
ഓക്സ്ഫോർഡിലെ കേംബ്രിഡ്ജിലെ ശാസ്ത്രജ്ഞന്മാർ വളരെ ശ്രദ്ധേയമായി കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന കാർട്ടൂൺ ഉണ്ടാക്കി. നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ 12,000 വാക്കാണ് പഠിച്ചിരിക്കേണ്ടത്. ആ 12,000 വാക്ക് മാസ്റ്റർ ചെയ്യാനാണ് കാർട്ടൂൺ നെറ്റ്വർക്കിലെ കോൺവെർസേഷൻ ഡിസൈൻ ചെയ്യുന്നത്. പട്ടിയും പൂച്ചയും പന്നിയും കഴുതയൊക്കെ സംസാരിക്കുക, പക്ഷെ അവരുടെ വാക്കിനകത്ത് 12,000 വാക്കുകളാണ്. മലയാളത്തിൽ കഥ പറയുന്ന മുത്തശ്ശി നമ്മൾ ചിൽഡ്രൻസ് സെൻസറിലൂടെയൊക്കെ കുറേ കാസറ്റുണ്ട്. പല്ലില്ലാത്തൊരു മുത്തശ്ശി കഥ പറയുക. കഥ പറയുന്നത് 22 വയസ്സുള്ള പെൺകുട്ടി, എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ആ പെൺകുട്ടി. അപ്പോൾ പക്ഷേ ഈ മുത്തശ്ശിയുടെ കഥയ്ക്കകത്തൊരു കുട്ടി മലയാള ഭാഷ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പഠിക്കും. ഇത് കുട്ടിക്കുണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണമാണ്. മൂന്നാമത്തെ ഗുണം കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒന്നിനെയും മറ്റൊന്നിനോട് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കുട്ടി ഒരു ഡോക്ടറാവണമെങ്കിൽ ഡോക്ടർക്ക് ഈ കഴിവുണ്ടായിരിക്കണം. ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നു, ഡോക്ടറെ എനിക്കൊരു തലവേദന, ഡോക്ടർ തലച്ചിറപ്പഴക്കി തലവേദന ഉണ്ടാക്കുന്ന 15 രോഗം, ഇതിനകത്ത് ഏതാണ് ഈ ആളുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വർക്ക് ചെയ്യും. ഒരു മരുന്ന് കുടിക്കണം, എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് തിരിച്ചറിയാതെ ഡോക്ടർ മരുന്ന് കുറിച്ചാൽ പേഷ്യൻ്റ് തത്തും. കുട്ടിക്ക് ഈ കമ്പാർട്ടീവ് അനാലിറ്റിക്കൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് ഡോക്ടറാകാൻ പറ്റുള്ളൂ. എന്നെപ്പോലെ IAS പാസ്സായി 27 വയസ്സ് കഴിയുമ്പോൾ കളക്ടർ എക്സ്പെക്ട് വരിക. ഒരു ജില്ലയിൽ 150 ഗ്രാമമാണ്. ഓരോ ഗ്രാമത്തിലും ജനസംഖ്യ എത്ര, അവിടെ ഏത് മതക്കാരാണ് ഭൂരിപക്ഷം, ജാതിയാണ് ഭൂരിപക്ഷം, സ്ഥിരമല്ല പ്രശ്നം ഉണ്ടാവാറുണ്ടോ, ഇതറിയാത്ത ഒരാളെ കളക്ടർ എക്സ്പെക്ട് ആവാൻ പറ്റില്ല. അപ്പോൾ ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ കുട്ടിക്ക് ഉണ്ടാക്കണം. അതിന് വളരെ ശ്രദ്ധേയമായി നമുക്ക് ശ്രദ്ധിച്ചിരിക്കണം. അതിന് കുട്ടിക്ക് ചെയ്യേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യണം. കുട്ടി ഇങ്ങനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ 2 പേരോട് സ്കൂട്ടർ വരുന്നു, അത് കഴിഞ്ഞ് 3 പേരോട് ഓട്ടോറിക്ഷ വരുന്നു, പിന്നെ 4 പേരോട് കാറ് വരുന്നു, 8 പേരോട് ലോറി വരുന്നു, 22 പേരോട് കണ്ടെയ്നർ ലോറി വരുന്നു. കുട്ടി ഇങ്ങനെ വരുന്നതിനെ പഠിക്കും. ഒരാൾ വരുന്ന 6 അടി പൊക്കം, അടുത്തൊരുത്തം വരുന്ന 4 അടി പൊക്കം, ഓരോരുത്തം വരുന്ന 2 അടി പൊക്കം. ഒരാൾ നല്ല വെളുത്ത നിറം സായിപ്പ് നടന്നു ഒരു വെളുത്ത നിറം, വേറൊരു ചൈനക്കാരൻ വരുന്ന മഞ്ഞ നിറം, ഒരുത്തം നല്ല ഡാർക്ക് കളർ, ഓരോരുത്തം ബ്രൗൺ കളർ. അപ്പോൾ ഓരോരോ സ്ത്രീകൾ വരികയാണ്. ഒരു സ്ത്രീ ഫ്രോക്ക് വീട്ടി വരുന്നു, ഒരു സ്ത്രീ കയ്യിൽ മുണ്ട് എടുത്തുകൊണ്ട് വരുന്നു, അടുത്ത സ്ത്രീ സാരി എടുത്തുകൊണ്ട് വരുന്നു, അടുത്ത സ്ത്രീ കിമോണായിക്കൊണ്ട് വരുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണം ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ തലച്ചോറിൽ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ ഉണ്ടാവും. 3 വയസ്സിലോട്ട് 5 വയസ്സിലോട്ട് കാലഘട്ടത്തിൽ ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ കുട്ടിക്കുണ്ടാക്കിയാൽ കുട്ടി വലിയ വലിയ പരീക്ഷകൾ പാസ്സാവും, വലിയ വലിയ നിലകളിൽ എത്തിച്ചേരും. ഇത് 3 വയസ്സുള്ള 6 വയസ്സ് വരെ മക്കളുള്ള വീടുകളിൽ മനീഷ നിങ്ങളുടെ വീഡിയോ പ്രോഗ്രാം അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അമ്മമാർ ഈ പ്രായത്തിലുള്ള കുട്ടികളെ നോക്കുന്ന അമ്മമാർ ഇതിരുന്ന് കേൾക്കുമ്പോൾ ഇന്നെ കുട്ടിക്ക് ചെയ്യണമല്ലേ, കുട്ടിക്കത് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റും, അച്ഛന് പറ്റും, ആ കുട്ടി വലിയ നിലകളിലോട്ട് എത്തിച്ചേരും. വളരെ ശ്രദ്ധേയമായി 3 വയസ്സ് തൊട്ട് 8 വയസ്സ് തൊട്ട് കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. അപ്പോൾ ലോകത്തിലെ മഹാന്മാരെ എടുത്തിട്ട് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു. എൻസൈക്ലോപീഡിയ ബയോഗ്രഫീസ് എന്ന 20,000 പേരുടെ പുസ്തകം അതിലവർ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ലോകരത്നത്തിലെ ജീനിയസുകൾ മഹാന്മാരിൽ ഭൂരിപക്ഷവും 3 വയസ്സ് തൊട്ട് അമ്മമാർ വളർത്തിയവരല്ല, മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയവരാണ്. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം മായാദേവി മരിച്ചുപോയി. മായാദേവിയുടെ അമ്മ കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പൻ ചത്തുപോയി, വല്യമ്മ കൊണ്ട് വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പൻ ചത്തുപോയി, വല്യമ്മ കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടിൽ 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ചത്തുപോയി, മുത്തശ്ശി കൊണ്ട് വളർത്തി. പ്രവചനായ മുഹമ്മദ് നബി ഗർഭത്തിൽ ഇരുന്നപ്പോഴും അപ്പൻ ചത്തുപോയി, 6 വയസ്സായപ്പോൾ അമ്മയും ചത്തുപോയി. മുത്തച്ഛൻ മുത്താലിബും ഭാര്യയും കൂടെ പ്രവാചകനെ കൊണ്ട് വളർത്തി. ഐസക് ന്യൂട്ടൻ ഗർഭത്തിൽ ഇരുന്നപ്പോഴും അപ്പൻ ചത്തുപോയി, അമ്മ വേറത്തിന് കല്യാണം കഴിച്ചു. മുത്തശ്ശി കൊണ്ടുപോയി ഐസക് ന്യൂട്ടനെ വളർത്തി. ഇമ്മാനുവൽ ഖാൻ 1 വയസ്സായപ്പോൾ അപ്പനും അമ്മയുടെ ആക്സിഡൻറ്റ് മരിച്ചുപോയി, മുത്തശ്ശനും മുത്തശ്ശി കൊണ്ടുപോയി ഇമ്മാനുവൽ ഖാനിനെ വളർത്തി. ലോകരത്നത്തിലെ മഹാന്മാരും ഭൂരിപക്ഷവും എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശനും വളർത്തിയവരാവാനുള്ള കാരണം? ശാസ്ത്രം വിശാലമായി പഠിച്ചൊരു സാധനമാണ്. മഹാന്മാർക്ക് ഏറ്റവും ആവശ്യമുള്ള ഗുണമുണ്ട്, സെൻസ് ഓഫ് ഹിസ്റ്ററി. ഈ സെൻസ് ഓഫ് ഹിസ്റ്ററി കുട്ടിക്ക് വരുന്നത് മുത്തശ്ശിയിൽ നിന്നാണ്. മുത്തശ്ശി കുഞ്ഞിനെ വിളിച്ചിരുത്തി കഥ പറയാനുള്ളത്. കൊണ്ടുകൊണ്ടു രാജാവായിട്ട് നടക്കുന്നു. ലോങ് ഇയേഴ്സ് അഗോ ഗേൾ വിടക്കിങ്, വൺസ് അപ്പോൺ എ സ്റ്റോറി ടൈം ഗേൾ വിടക്കിങ്. കുറച്ച് കഴിഞ്ഞ് ഈ മുത്തശ്ശൻ കഥയ്ക്കകത്ത് ഹിസ്റ്റോറിക്കൽ പീരീഡുണ്ട്. 500 കൊല്ലത്തിന് അക്ബർ ചക്രവർത്തി പഠിച്ചതാണ് ഡൽഹിയിൽ. 250 കൊല്ലത്തിന് മാർത്താണ്ഡമെന്ന് കേരളത്തിൽ രാജാവായതാ. കുട്ടി ഈ ഹിസ്റ്ററി തലച്ചോറോട്ടാണ്. കുട്ടിക്ക് സെൻസ് ഓഫ് ഹിസ്റ്ററി ഉണ്ട്. ഇതില്ലാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റില്ല. കടമ്പട്ട് രാമകൃഷ്ണൻ അദ്ദേഹത്തിന് പുറത്തിരുന്ന കവിതയാണ്. നടുഭാഗത്ത് അദ്ദേഹം പറയുന്നു, നിങ്ങളറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു.
കവിത അവസാനിക്കുമ്പോഴോ നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സെൻസ് കുട്ടി കിട്ടുന്നത് മുത്തശ്ശിയുടെ കഥകളെന്നാണ്. മുത്തശ്ശി വളർത്താത്ത ഒരു കുട്ടിക്ക് കഴിവ് വളരെ കുറച്ചേ ഡെവലപ്പുള്ളൂ. രണ്ടാമതായി മുത്തശ്ശി കഥ പറയും. അതിനകത്ത് തന്നെ ഹീറോസാണ് അർജുനൻ, ഭീമസേനൻ, ഹെർക്കുലീസ്, സിംബാദ്. കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കും. മുത്തശ്ശി യുവമാരുടെ കഥ പറയാനുള്ള കാരണം എന്താണ്? മുത്തശ്ശി പറയും ഇവന് ഇന്ന ഗുണമുണ്ടായിരുന്നു, അർജുനൻ ഇന്ന ഗുണമുണ്ടായിരുന്നു, ഭീമസേനൻ ഇന്ന ഗുണമുണ്ടായിരുന്നു. കുട്ടി ഹീറോ വർഷിപ്പ് ചെയ്യും. മുത്തശ്ശി ഏത് മഹാന്റെ കഥയാണോ പറയുന്നത് ആ മഹാന്റെ ഗുണങ്ങൾ കുട്ടി സ്വന്തം ജീവിതത്തിലേക്ക് സംശയിക്കും. കുട്ടി കായംകുളമിച്ചവരുടെ കഥയാണ് മുത്തശ്ശി പറയുന്നെങ്കിൽ അത് ഉഗ്രം കൊള്ളക്കാരനായി മാറിയിരിക്കും. മുത്തശ്ശി പറയുന്ന മഹാൻ, അതാണ് ഈ കുട്ടി ഹീറോ വർഷിപ്പ് ഉണ്ടാകുന്നത്. മൂന്നാമതായി മുത്തശ്ശി എന്തെന്ന് അറിയാമോ? മുത്തശ്ശി ഈ കഥ പറയുന്ന പ്രോബ്ലം സോൾവിങ് ആണ്. സെമന്താകുലക്ഷം പഠിക്കാൻ വേണ്ടി ഭീമസേനൻ പോയി ആ പ്രശ്നം ഈ പ്രശ്നം ഹനുമാൻ അങ്ങനെ ഇങ്ങനെ ഇത് സോൾവ് ചെയ്ത് വരികയാണ്. സിംബാദ് കപ്പലയാത്ര 1-ാം തീയതി പ്രശ്നം, 2-ാം തീയതി പ്രശ്നം, 3-ാം തീയതി പ്രശ്നം, ഇത് സോൾവ് ചെയ്ത് ഈ മഹാൻ ജയിച്ച് വരികയാണ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നറിയാമോ? കുട്ടി മുത്തശ്ശിയുടെ കഥയിലാണ് പ്രോബ്ലം സോൾവിങ് പഠിക്കുന്നത്. അത് പഠിക്കുന്ന കുട്ടി പിൽക്കാലത്ത് വലിയ മാനേജ്മെൻറ്റ് സയൻസൊക്കെ പഠിച്ച് അവൻ മാനേജിംഗ് ഡയറക്ടറോ ജനറൽ മാനേജറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാൻ മനുഷ്യൻ. നാലാമതായി മുത്തശ്ശിക്ക് അടുക്കള മീൻകറി വെക്കണം. മുത്തശ്ശി എന്നറിയാമോ? ഇങ്ങനെ പിടിയെന്ന് പറഞ്ഞാൽ മുത്തച്ഛനെ പഠിക്കൊണ്ടിരിക്കും. മുത്തച്ഛൻ ഇത് കുടിയാത്താനുള്ള സാധനം ഇങ്ങനെ കൈയാളുന്ന മുത്തച്ഛൻ അറിയാൻ വയ്യ. മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ കുട്ടി ആകർഷിക്കാൻ വേണ്ടി കുറേ കഥയുണ്ട്. ഇവിടെ മോനെ എനിക്ക് 12 വയസ്സ് പറഞ്ഞു ഞാനൊരു മുത്തച്ഛനോട് ആറ്റാറുണ്ടാവും. മുതല പറഞ്ഞു ഞങ്ങൾ പിടിച്ച് കെട്ടണം, വാലെ പിടിച്ച് കെട്ടിടാൻ ചുരുക്കപ്പെട്ട കഥയാണ്. മുതലെ പിടിച്ചിട്ടുള്ള ആമ ഈ കലിമ പിടിച്ചിട്ടില്ല. പക്ഷേ കഥ വെച്ചിട്ട് കുട്ടി എൻ്റെ മുത്തപ്പൻ മുതലെ പിടിച്ച് മുത്തപ്പൻ ഭയങ്കര എടുക്കണം. പിന്നെ എല്ലാ മുത്തച്ഛന്മാരും കുടുംബചരിത്രം പറയും. കുടുംബചരിത്രം 90% പച്ചക്കള്ളാണ്. പക്ഷേ ഈ കേൾക്കുന്ന കുട്ടിക്കോ എൻ്റെ മുത്തച്ഛൻ വലിയ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, കുട്ടിക്കൊരു സ്വത്വബോധമുണ്ട്, ഞാനെന്തോ ആണെന്ന് തോന്നാൻ. അഞ്ചാമതായി മുത്തശ്ശി സാരോപദേശ കഥ പറയും. മോനെ തള്ളയാട് കുഞ്ഞാണോടെ ഇറങ്ങിപ്പോരുന്നു. കുഞ്ഞാട് കേട്ടിൽ ഇറങ്ങിയെന്ന് പോയി ഒരു ചെന്നാ വിളിച്ചൊക്കെ തിന്നു മോനെ നിങ്ങൾ കരച്ചിൽ കരയും. അത് കുട്ടിക്ക് മനസ്സിലാവും. അമ്മയും അപ്പനും പറഞ്ഞ അനുസരിച്ചിട്ടുണ്ടല്ലോ, ചെന്നാ പിടിക്കും. പിന്നെ കുട്ടി അമ്മയും അച്ഛനും പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കും. ആറാമതായിട്ട് എന്ത് പറ്റും? മുത്തശ്ശി സാരോപദേശ കഥ, പഞ്ചമുദ്ര കഥ. മോനെ കാട്ടിലൊരു സിംഹം ഉണ്ടായിരുന്നതാ, കാട് വരയ്ക്കുന്ന സിംഹം, ഒരു വലിയ ആന ഉണ്ടായിരുന്നതാ, ഒരു പുലി ഉണ്ടായിരുന്നതാ, അതിനടുത്തൊരു കുറുക്കനുണ്ടായിരുന്നതാ. കുട്ടി കഥ വീട്ടിലേക്ക് മാറ്റി. കുട്ടി കാട് കണ്ടിട്ടില്ല. കാട് ഭരിക്കുന്ന സിംഹം എന്ന് വീട് ഭരിക്കുന്ന അച്ഛനാണ്. ചില വീട്ടിൽ അമ്മയും ഭരിക്കും, ഭൂരിപക്ഷം വീട്ടിൽ അപ്പനെ ഭരിക്കുന്നത്. കാട്ടിലെ ആന ഏതാണെന്ന് വെച്ചാൽ വീട്ടിൽ ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന 20-25% തിന്നിട്ട് ഒട്ടക്കുട്ടി വയ്ക്കുന്ന അമ്മയാണ്. അമ്മേനെ വീട്ടിൽ ആനയെന്ന് പറയും. പിന്നെ ഈ ഇളയ കുട്ടികളെ ഞോടുന്ന ചേട്ടനുണ്ട്, അവനാണ് ഈ പുലി. കുട്ടി പറയും ഞാനാണ് കുടിക്കുന്നത്, എനിക്ക് സൈസൊക്കെ കുറവാണ്. പക്ഷേ ഈ മുത്തശ്ശിയുടെ കഥ എന്താണെന്നറിയാമോ? ഈ കുറുക്കൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആന കുറുക്കൻ ഈ ചെമ്മത്തെ കൊണ്ട് കണ്ടിച്ചടച്ച് ആന കൊണ്ടുവന്ന് കുളത്തിലിറക്കി പുലിയുടെ വാല് പിടിച്ച് വിട്ട് കുട്ടിക്ക് മനസ്സിലാവും ശക്തിമാനായിട്ടൊന്നും കാര്യമില്ല, ബുദ്ധിമാനാണ്. കുട്ടി പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായിട്ട് പഠിച്ച് കേൾക്കുന്ന കുട്ടിയാണ്. അപ്പനമ്മ ഓഫീസിൽ പോകും. മുത്തശ്ശി കുഞ്ഞിനെ നോക്കാൻ. അപ്പോൾ കുഞ്ഞോടും വീഴാതിരിക്കാൻ വേണ്ടി മുത്തശ്ശി കൂടും. അവിടെ ഈശ്വരൻ്റെ ഒരു വലിയ കളിയാണ്. ഈ 55 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ കാലിൻ്റെ ഹിപ്പ് മസിൽ അട്രോഫിയാവും, ക്ഷയിക്കാറുണ്ട്. പക്ഷേ കൊച്ചുമോൻ്റെ കൂടെ ഓടുന്ന ഈ മുത്തശ്ശിക്കും കാലിൻ്റെ മസിലിന് ഹിപ്പ് മസിൽ എക്സസൈസ് കിട്ടും. അപ്പോൾ അട്രോഫി ഉണ്ടാവില്ല. പെട്ടെന്ന് ഇരിപ്പും കിടപ്പൊന്നും ആവില്ല മുത്തശ്ശി. കുഞ്ഞ് ഓടി ഒന്ന് ജെല്ലിക്കൂടെ വന്ന് മേപ്പെട്ടത് വീഴാക്കി വലിയ താഴെ കഴിയും. അപ്പോൾ രണ്ടാമത് അട്രോഫി ഉണ്ടാകുന്ന മസിൽ ഏതാണ്? കൈയുടെ മസിലും നെക്ക് മസിലാണ്. ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയം കൊണ്ട് മുത്തശ്ശനെ കൈക്ക് നെക്ക് മസിൽ എക്സസൈസ് കിട്ടും. വളരെ ഭംഗിയായിട്ട് മുത്തശ്ശന് 75 വയസ്സ് വരെ നടക്കാനും സാധനം പൊക്കാനൊക്കെ ആരോഗ്യം കിട്ടും എന്നുള്ളതാണ്. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും. അതിനാണെന്നറിയാമോ? ഓട്ടോ ഇമ്മ്യൂൺ പവർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ്. കുട്ടിയുടെ ശരീരത്തിൽ എക്സസ് ഹോർമോൺ എൻസൈം ഉണ്ടാകും. അത് പുറത്തുള്ള പനി വന്ന് കഫമായിട്ടോ മൂക്കളായിട്ടോ വേർപ്പൊക്കെ ആയിട്ടോ പുറത്ത് പോകണം. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും ആശുപത്രി കൊണ്ടുപോകണം. മുത്തശ്ശിക്ക് ഒരു 65 വയസ്സ് കഴിയുമ്പോഴത്തേന് ഈ ഹോർമോൺസ് എൻസൈം കുറവാണ്. വാർത്തീസായിട്ട് രോഗം വരും. ആ വാർത്തീസ് രോഗം വരുമ്പോൾ എപ്പോഴും വലിയ ആശുപത്രി കൊണ്ടുപോകണം. പക്ഷേ കൊച്ചുമക്കൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചൊക്കെ നടക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള എക്സസ് ഹോർമോൺ എൻസൈമും മുത്തശ്ശൻ്റെ ശരീരത്തിലോട്ട് കയറും. കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ചൂട് മുത്തശ്ശൻ്റെ ശരീരത്തിലോട്ട് കയറും. ആ കുഞ്ഞിനെ എപ്പോഴും ആശുപത്രി കൊണ്ടുപോയി കയറുണ്ടാവില്ല. കുഞ്ഞിന് ഓട്ടോ ഇമ്മ്യൂൺ പവറില്ല, രോഗപ്രതിരോധ ശക്തിയില്ല. പക്ഷെ മുത്തശ്ശിക്ക് പലതവണ പനിയും ഒക്കെ വന്ന് രോഗപ്രതിരോധ ശക്തിയാണ്. അപ്പോൾ മുത്തശ്ശി കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോൾ മുത്തശ്ശിയുടെ ശരീരത്തിൽ നിന്നുള്ള ഓട്ടോ ഇമ്മ്യൂൺ പവർ കുഞ്ഞിലേക്ക് സംക്രമിക്കും. കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും.
പിന്നെ ഈ മുത്തശ്ശനമ്മ ശരീരം തണുത്ത് ഹോർമോൺ അനുസരിച്ച് കുറവാണ്. കൊച്ചുമക്കൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ കുട്ടിയുടെ ശരീരത്തിലുള്ള ഈ എക്സസ് ഹോർമോൺ അനുസരിച്ച് മുത്തശ്ശ ശരീരത്തിലോട്ട് 65 വയസ്സിൽ മരിക്കേണ്ട മുത്തശ്ശി ഒരു 85 വയസ്സ് വരെ മിനിമം ജീവിച്ചിരിക്കും കൊച്ചുമക്കൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങിയാൽ. ഇന്നാളൊരു സ്കൂളിൽ പോയി കിടപ്പോഴേക്ക് ഞാൻ പ്രസംഗിച്ചു. ഞാൻ ഒരാഴ്ച അടുത്ത പള്ളിയിൽ പ്രസംഗിക്കാൻ ഒരു വലിയ ജോലിയുണ്ട്. സാറോടെ ചെന്ന് പ്രസംഗിച്ച് 65 വയസ്സിൽ മരിക്കേണ്ട മുത്തശ്ശി 80 വയസ്സിൽ ജീവിച്ചിരിക്കുന്ന മരോട് കിട്ടുന്നത് എടുക്കടാനെങ്കിൽ അങ്ങനെ അമ്മായി പ്രസംഗിക്കേണ്ടെന്ന് കുഞ്ഞിനെടുത്ത് പോയി സാർ തിരിച്ചറിഞ്ഞു. അത്ര വിവരപ്പെട്ട മക്കളാരും ഇല്ലെന്ന് വിചാരിച്ചാൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഗുണമാണ്. വീട്ടിലെ മെഡിക്കൽ ബിൽ കെട്ടിയായി കുറയും. പകൽ മുഴുവൻ കുഞ്ഞ് ഓടിക്കളിച്ചിട്ട് ഒരു 6 മണിക്ക് കുഞ്ഞ് കുറയും. അപ്പോൾ ഒരു 6:30 കുഞ്ഞിനമ്മ വന്നു. ഒരു 8 മണിക്ക് കുഞ്ഞ് കൊണ്ടുപോകുന്നത് രക്ഷയില്ല. മരുമോൾ അമ്മായി എടുത്ത് അമ്മച്ചി നാളെ 7:30 എനിക്ക് ഓഫീസ് പോകണം അമ്മച്ചി, കുഞ്ഞുണ്ടെങ്കിൽ പോകുന്നത് ചോറ് കൊടുത്തേക്കാം. മുത്തശ്ശിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷമുണ്ടോ? ഏറ്റവും ചോറായി കൊടുത്തേക്കാം. നീ ഉറങ്ങിക്കൊണ്ടിരിക്കും. മുത്തശ്ശി വയസ്സുകാരല്ലേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. മുത്തശ്ശൻ പറയും ഇപ്പോൾ നമ്മുടെ മൂത്ത പോകുമ്പോൾ ഒരു വസ്തു വാങ്ങിച്ചു. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞുണന്ന് വലിയ എന്ത് പറയാൻ ഇങ്ങനെ കേട്ടോണ്ട് കിടക്കാണ്. അപ്പോൾ പറയുന്നത് ഒരു വസ്തു വാങ്ങിച്ചു 5 കൊല്ലം വസ്തുവിൻ്റെ വില എത്തിക്കണ്ടേ പണ്ട ശിരോമണി. മുത്തശ്ശി പറയും ഇപ്പോൾ നമ്മൾ 2ാമത്തെ മോള് കോളേജിൽ ചെന്ന് പ്രേമിച്ചത് അലവരാതെ കല്യാണം കഴിച്ച ഗതികേടായിട്ട് പ്രേമിച്ചാൽ നല്ലൊരു പുളിങ്കമ്മനെയൊക്കെ പിടിക്കണ്ടേ എന്നൊക്കെ പറയും. കുഞ്ഞിനെല്ലാം ശ്രദ്ധിച്ച് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് സ്വന്തം ഉണ്ടാകും. അപ്പം മുത്തശ്ശി ഓടിച്ചത് കുഞ്ഞിനെ എടുത്ത് ഉമ്മയും കൊടുത്ത് ചോറൊക്കെ വാരി കൊടുത്ത് കൂടെ കൊണ്ടുപോയി ഉറക്കും. ആ കുഞ്ഞിന് 25 വയസ്സിൽ വസ്തു വാങ്ങിക്കാൻ പോകും. വലിയപ്പം പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട്, വസ്തു വാങ്ങിച്ചാൽ 5 കൊല്ലം കൊണ്ട് വില ഇരട്ടിയാവാം. ആ കൊച്ചുമോള് കോളേജ് ചിലവ് പ്രയോജനം കിട്ടും. അവളോ പുളിക്കമ്പനെ മാത്രം പ്രയോഗിക്കാം. 5 പ്രയോജനം വാങ്ങിച്ചത് കമ്പയർ ചെയ്യും. ഇവരുടെ അപ്പനാരാണ് അമ്മയാരാണ് വീട്ടിൽ എത്ര സ്വത്തൊന്ന് പഠിക്കാൻ എടുക്കാനാണോ കിട്ടിയ പ്രയോജനങ്ങൾ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് കണ്ടെത്തിയിരിക്കും. മുത്തശ്ശി പണ്ട് പറയുന്ന അഡ്വൈസ് ഉണ്ട് കുഞ്ഞിൻ്റെ തലച്ചോറിൽ. അങ്ങനെ 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും വളർത്തിയ കുട്ടികളാണ് ലോകയിലുള്ള മഹാന്മാരും ഭൂരിപക്ഷം. അപ്പോൾ മനീഷയുടെ അംഗങ്ങളിൽ ഏതെങ്കിലും വീട്ടിൽ കുട്ടിക്ക് 3 വയസ്സ് 8 വയസ്സ് വരെ ആണെങ്കിൽ ആ വീട്ടിലെ മുത്തശ്ശിക്ക് സന്ദേശം കൊടുക്കണം. മുത്തശ്ശി എന്തെല്ലാം ചെയ്യണം, ആ കുഞ്ഞിനെ വലിയ ആളാക്കാൻ മുത്തശ്ശനും മുത്തശ്ശി ചെയ്യേണ്ട കാര്യങ്ങൾ അത് മാത്രം എടുത്തിട്ട് മുത്തശ്ശിനോട് അയച്ചു കൊടുക്കണം. മുത്തശ്ശി ഇതൊക്കെ വായിച്ചിട്ട് കുട്ടിയെ വളർത്തുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കും. ആ കുട്ടി വലിയ മഹാനായി തീരുന്ന അവസ്ഥ ഉണ്ടാവും. ഈ സമയത്താണ് തലച്ചോറിൽ വലിയൊരു അല്പം നടക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ സെറിബെല്ലം 100 ഗ്രാമോളം, പക്ഷേ 8 വയസ്സാവുകയാണെങ്കിൽ സെറിബെല്ലം 200 ഗ്രാമാണ്. ഈ 3 വയസ്സ് 8 വയസ്സിൽ വളരുന്ന അഡീഷണൽ 100 ഗ്രാം പാരറ്റോസെറിബെല്ലം പാരാസെറിബെല്ലം. അതിനകത്താണ് ഹിന്ദുക്കൾ പറയുന്ന രാജയോഗം, ഈശ്വരഭക്തി, പ്രാർത്ഥന, റിച്വൽസ് ഇതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഈ പാരറ്റോസെറിബെല്ലത്തിലാണ്. അപ്പോൾ 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടി കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഈശ്വര വിശ്വാസം കൊടുക്കും, ആചാരങ്ങൾ കൊടുക്കും. കുട്ടിയെ മനസ്സിലാവും. രാവിലെ മുത്തശ്ശി എഴുന്നേറ്റിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഹര പാടും. കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കും. രാവിലെ പ്രഭാത നമസ്കാരം. സന്ധ്യാവും മുത്തശ്ശി വിളക്കം മുതച്ചു രാമ 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 പാകിമ. കുട്ടി ഇതെല്ലാം ശ്രദ്ധിക്കണം. കുട്ടിയുടെ തലച്ചോറിലേക്ക് ഈശ്വര വിശ്വാസം കുറയ്ക്കും. പിന്നെ മരണം വരെ ആ കുട്ടി ഈശ്വര വിശ്വാസത്തിൽ കിട്ടുമെന്ന് പ്രശ്നമില്ല. ആ സമയത്ത് വളർത്തുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ നിരീശ്വരവാദികളാണെങ്കിൽ ഇവിടെ നിന്ന് ദൈവമൊന്നുമില്ല തുല്യമില്ലാത്ത പറഞ്ഞു കൊടുത്താൽ കുട്ടി മരണം വരെ ഒരു ഈശ്വരനെ വിശ്വസിക്കത്തില്ല. അവൻ യുക്തിവാദി നമ്പർ 1 ആയിരിക്കും. അപ്പോൾ 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശിമാർ ചെയ്യേണ്ട കാര്യം അവർക്ക് അറിയിച്ചു കൊടുക്കണം. അങ്ങനെ 12 വയസ്സാവുമ്പോൾ തലച്ചോറിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞു. 12 വയസ്സാവുമ്പോൾ വളരെ ശ്രദ്ധേയമായ കാലഘട്ടം തുടങ്ങുകയാണ്. അതെന്താണ്? ഒരു കുട്ടി അവനെ ഭൂമിയിൽ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് കണ്ടെത്താൻ പറ്റുന്ന പ്രായമാണ് 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ. നമ്മുടെ ചെറുപ്പത്തിൽ അത് കണ്ടെത്താൻ മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. ഒരു 15 കൊല്ലത്തിന് മുമ്പ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ കുട്ടി വന്നിരുന്നിട്ട് കമ്പ്യൂട്ടർ ചോദിക്കുന്ന 150 ഉത്തരം കൊടുത്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് കാണിക്കും. ഈ അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് താഴെ പറയുന്ന രംഗങ്ങളിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ഏജൻസികളുടെയും എന്താണ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് കംപ്ലീറ്റ് ഞാൻ ഈ മനുഷ്യയുടെ സംഘാടകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നിങ്ങൾ നോക്കിയ ശേഷം 7 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ 10ാം ക്ലാസ് ആകുന്നതിന് മുമ്പ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടപ്പാക്കണം. അപ്പോൾ തിരുവനന്തപുരത്ത് എറണാകുളത്ത് കുട്ടി പോയി കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താൻ പോയാൽ ഒരു 1500 രൂപ ചാർജ് ചെയ്യും, 2000 രൂപയെങ്കിലും ചിലവാകും. പക്ഷെ മനീഷി ഇത് നടത്തുന്ന ഏജൻസി ചേർത്തല വിളിച്ചോണ്ടോ വൈക്കത്ത് വിളിച്ചോണ്ടോ
വിളിച്ചോണ്ട് വന്ന് എന്തെന്ന് അറിയാമോ, 100 കുട്ടികളുണ്ടെങ്കിൽ അവനൊരു കുട്ടിക്ക് 300 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ മനുഷ്യ അംഗങ്ങളുടെ എല്ലാ കുട്ടികളെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ കരിയർ ആക്ടിവിറ്റീസ് വിജയമാക്കണം. അപ്പോൾ ഈശ്വരൻ ആ കുട്ടിയെ സൃഷ്ടിച്ചപ്പോൾ കുട്ടിക്ക് വിജയിക്കാൻ പറ്റിയ മേഖല ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. ആ മേഖല ഒന്നിലേക്ക് കൊണ്ട് കുട്ടിയെ തിരിച്ചോടാൻ. ഡോക്ടറാവോ ഡോക്ടറാവണമെന്ന് അവൻ ഡോക്ടറാകാൻ യാതൊരു ആക്ടിവിറ്റിയില്ല. അവനെ ഡോക്ടറാവത്തില്ല. നീ വീട്ടൊക്കെയാവണമെന്ന് പറ്റോ, അവനെ ആപ്റ്റിറ്റ്യൂഡില്ല. അവൻ ആപ്റ്റിറ്റ്യൂഡുള്ള എന്താണെന്ന് കണ്ടെത്താം. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടിക്ക് വളരെ ശ്രദ്ധേയമായി നമ്മൾ ചെയ്തു വെക്കേണ്ടത് സ്കോളർഷിപ്പുകൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. പണ്ട് പണക്കാരുടെ മക്കൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. എൻ്റെ അപ്പൻ കോളേജിൽ വന്നപ്പോൾ, അന്ന് സ്കൂളിൽ വന്നപ്പോൾ, അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് 100 തേങ്ങ വിട്ടെങ്കിൽ 1 രൂപ കിട്ടും. 6 രൂപ ഫീസ് എന്ന് പറഞ്ഞാൽ 600 തേങ്ങയുടെ വില, ഓൾമോസ്റ്റ് 20,000 റുപ്പീസ് പെർ മന്താണ് ഫീസ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹൈസ്കൂളിൽ പഠിക്കാൻ പറ്റിയത് എൻ്റെ അപ്പൻ ഉൾപ്പെടെ 5 പേർക്ക് മാത്രമേ, ബാക്കിയുള്ളവർക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അച്ഛനമ്മയ്ക്ക് പൈസ ഇല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാം. സ്കോളർഷിപ്പ് വേണം. ഞാൻ പഠിക്കുന്ന സമയത്ത് വെറും സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് മാത്രമേ ഉള്ളൂ. ഇന്നതല്ല, 2000-ഓളം സ്കോളർഷിപ്പാണ്. അപ്പോൾ 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് 65 പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ്. ഞാൻ എൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് പരീക്ഷയുടെ എനിക്ക് എന്നെ ബന്ധപ്പെടുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ അതങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ മനുഷ്യ അംഗങ്ങളുടെ ഓരോ കുട്ടി 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ്, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ്, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 9ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ്. അതങ്ങോട്ട് കൊടുക്കണം ആ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ ആ കുട്ടിയെ ആ വർഷത്തെ സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറാണ്. അപ്പോൾ ഒരു മാസം 5000 രൂപ കിട്ടി കുട്ടിക്ക് സുഖമായിട്ട് പഠിക്കാം. അപ്പൻ്റെ അമ്മയുടെ പൈസ പഠിക്കാം. തന്നെയല്ല, അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ വാങ്ങിക്കാതെ ഞാൻ പഠിക്കുന്നതെന്ന് കുട്ടിക്ക് തോന്നിയാറുണ്ട്. ആ കുട്ടിക്ക് ആ സ്കോളർഷിപ്പിന് സ്വന്തം ആത്മാഭിമാനത്തിലും വലിയ വളർച്ച ഉണ്ടാകും. അപ്പോൾ 65 സ്കോളർഷിപ്പ് എടുത്ത് ക്ലാസ് വൈസ് ഓരോ പഠിക്കുന്ന കുട്ടിക്ക് ആ സ്കോളർഷിപ്പ് ഉണ്ട്. മനുഷ്യരുടെ അംഗങ്ങൾ അതാത് ക്ലാസ്സിൽ അതാത് സ്കോളർഷിപ്പ് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് പഠിക്കണം. അതൊരു വലിയ ക്രെഡിറ്റാണ്. 10ാം ക്ലാസ് ആകുമ്പോഴത്തേനുണ്ടല്ലോ സയൻസ് ടെസ്റ്റ്, ടാലൻറ്റ് സർച്ച് എക്സാമിനേഷൻ മാസം 8000 രൂപ കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞുണ്ടല്ലോ സ്കോളർഷിപ്പിന് വിലയാണ്. അപ്പോൾ ഈ സ്കോളർഷിപ്പിനെ പറ്റി അവർ പറഞ്ഞു കൊടുക്കുകയും അവരെ മത്സരിപ്പിക്കേണ്ടിയാണ്. അതാണ് അടുത്ത സ്റ്റേജ്. ഈ സമയത്താണ് ഒളിമ്പ്യാഡുകൾ വരുന്നത്. മാത്സ് ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡ്, ഫിസിക്സ് ഒളിമ്പ്യാഡ്, ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് തുടങ്ങി സ്കോളർഷിപ്പുകളുണ്ട്. ഞാൻ ഈ പ്രധാനപ്പെട്ട ഒളിമ്പ്യാഡ് മുഴുവൻ ലിസ്റ്റ് എന്താണ് ടെസ്റ്റ് അയച്ചു കൊടുക്കുന്നത്, മനുഷ്യക്ക് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും അറിയുമോ? ആ പ്രായത്തിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഒളിമ്പ്യാഡ് ഓർഗനൈസ് ചെയ്യണം. തിരുവനന്തപുരം റൗണ്ടിൽ പോകുമ്പോൾ 15,000 രൂപ സമ്മാനം, ഡൽഹി റൗണ്ടിൽ ചെല്ലുമ്പോൾ 1,50,000 രൂപ സമ്മാനം, ഇന്റർനാഷണൽ റൗണ്ടിൽ ചെല്ലുമ്പോൾ 15,00,000 രൂപ സമ്മാനം. ഞാൻ IAS ഇന്റർവ്യൂ കൂടി വയ്ക്കാറ്. ഒരു തവണ IAS ഇന്റർവ്യൂ പഠിക്കുമ്പോൾ ചെയർമാൻ ഈ കാൻഡിഡേറ്റ് കയറി വരുന്ന കാൻഡിഡേറ്റിൻ്റെ ബയോഡാറ്റ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് കയറി വരുന്ന ചെയർമാൻ പറഞ്ഞു, ഈ വരുന്ന കുട്ടിയുണ്ടല്ലോ അവൻ ഒളിമ്പ്യാഡിന് പോയി നാഷണൽ പ്രൈസ് വാങ്ങിച്ച കുട്ടിയാണ്. അപ്പോഴേ ഞാൻ കിടക്കുന്ന പ്രശ്നമായി. ഞങ്ങൾ ആ കുട്ടിക്ക് 10 മാർക്ക് കൊടുക്കും. ആ കുട്ടിക്ക് IAS കിട്ടിയാക്കല്ല. അപ്പോൾ ഈ ഒളിമ്പ്യാഡിൽ മത്സരം പാസ്സാക്കി കഴിഞ്ഞാൽ 1,00,000 രൂപയല്ല പ്രധാനം. അതിൽ പങ്കെടുത്ത് മെറിറ്റ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാണ് എവിടെ പോയാലും ഒരു അംഗീകാരമാണ്. ആ അംഗീകാരം കുട്ടിക്ക് ഒളിമ്പ്യാഡ് മത്സരം ജയിച്ചുള്ളത്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്നതറിയാമോ? മനുഷ്യരുടെ അംഗങ്ങളായ കുട്ടികൾക്ക് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്ന കഴിവുള്ള കുട്ടികളെ 15 സെലക്ട് ചെയ്യാം. ആ വർക്ക് ഈ ഒളിമ്പ്യാഡിൽ നിങ്ങൾ ട്രെയിൻ കൊടുക്കണം. അവനെ അടിച്ച് പറത്തി ഒളിമ്പ്യാഡ് അടിച്ച് 1,00,000 രൂപയും കൊണ്ട് ഇന്ത്യ മുഴുവൻ പബ്ലിഷ്ഡായ കുട്ടിയായിട്ട് മാറണം. അതുപോലെ ജീനിയസ് ടെസ്റ്റുകളുണ്ട്, അതിന് കൊടുക്കണം. ഈ ടെസ്റ്റുകളെല്ലാം ഡീറ്റെയിൽസിന് അയച്ചിട്ടുണ്ട്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ടെസ്റ്റ് ഓർഗനൈസ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ വലിയ നിലയിൽ പോയി പാസ്സായി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ സ്കോളർഷിപ്പുകൾ ഒളിമ്പ്യാഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കുട്ടി 10ാം ക്ലാസ് എത്തുമ്പോൾ വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റേജ് വരികയാണ്. 10ാം ക്ലാസ് കഴിയുന്ന കുട്ടിക്ക് +2 കയറണമെങ്കിൽ 20 ഗ്രൂപ്പുകളാണുള്ളത്. ഞങ്ങൾ പഠിക്കുന്നത് 4 ഗ്രൂപ്പുകളുണ്ട്. മാത്സ് ഗ്രൂപ്പ്, ബയോളജി ഗ്രൂപ്പ്, ആർട്സ് ഗ്രൂപ്പ്, കോമേഴ്സ് ഗ്രൂപ്പ്. ഞങ്ങൾ പഠിക്കുന്ന 4 ഗ്രൂപ്പുകൾ. ഇപ്പം അങ്ങനെയല്ല, 20 ഗ്രൂപ്പാണ്. ഈ 20 ഗ്രൂപ്പുകൾ ഓരോന്നും എന്താണ്, ഏത് കോളേജിൽ അത് കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്ഷനുള്ള +2 പഠിച്ചാൽ എന്താണ് ഗുണം, ജേർണലിസം ഓപ്ഷനുള്ള +2 പഠിച്ചാൽ എന്താണ് ഗുണം, മാനേജ്മെൻറ്റ് ഓപ്ഷനുള്ള +2 പഠിച്ചാൽ എന്താണ് ഗുണം, കമ്പ്യൂട്ടർ ഓപ്ഷനുള്ള പഠിച്ചാൽ എന്താണ് ഗുണം.
അപ്പോൾ പല മാതാപിതാക്കൾക്ക് 20 രൂപ പറഞ്ഞിടാം. തൊട്ടടുത്തൊരു കോളേജിലോട്ട് പോകുമ്പോൾ നമ്മുടെ അവൈലബിളായിട്ടുള്ള കോഴ്സ് എടുത്ത് അതിൽ വന്ന് ചേർത്ത് കുട്ടിയെ. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. കുട്ടിക്ക് +2 പഠിക്കാനുള്ള 20 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അത് ഏത് കോളേജിൽ അവൈലബിളാണ്, ആ ഓരോ ഗ്രൂപ്പിൻ്റെ ഗുണം എന്താണ്, ഇത് കൃത്യമായി കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് ഗ്രൂപ്പിൽ കുട്ടിയെ ചേർക്കണം. ആ തീരുമാനം ഇത് തെറ്റിയാലുണ്ടല്ലോ, ആ തീരുമാനം തെറ്റിയാൽ കുട്ടിയുടെ ജീവിതത്തിൽ 2 കൊല്ലം പാഴായിരിക്കും. +2 പഠിച്ച് വഴിതെറ്റി കുട്ടി 12ാം ക്ലാസ്സിൽ പോയിട്ട് ഇതല്ല എൻ്റെ വഴിയെന്ന് കുട്ടി മനസ്സിലാക്കിയാൽ കുട്ടി തിരിച്ചു വന്ന് വേറൊരു റൂട്ട് തിരിയണമെന്നുണ്ടല്ലോ, 2 കൊല്ലം പാഴായിരിക്കും. അതുണ്ടാകും. ഇനി എല്ലാവരും +2 പഠിക്കാൻ പോകണോ? വേണ്ട. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിയാൻ +2 അല്ലാത്ത 22 പരിപാടികളുണ്ട്. ITC-കളുണ്ട്, ITI-കളുണ്ട്, ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് കോഴ്സുണ്ട്, കാർപ്പൻട്രി കോഴ്സുണ്ട്, മാസണറി കോഴ്സുണ്ട്, വിശ്വകർമ്മ കോഴ്സുണ്ട്, ഇതെല്ലാം ഉള്ളതറിയാം. അപ്പോൾ എന്താണ് +2 അല്ലാത്ത 22 ഓപ്ഷൻ? എല്ലാ കുട്ടികൾക്കും +2 എടുത്ത് കോളേജിൽ പോകാൻ പറ്റില്ല. അല്ലാത്ത കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് +2 അല്ലാത്ത ഓപ്ഷൻ 22 ഏതാണ്, അതാ കുട്ടി കൊടുക്കണം. അപ്പോൾ കുട്ടിക്ക് കറക്റ്റ് വകുപ്പ് തിരിഞ്ഞ് ഇഷ്ടമുള്ള കൊടുക്കാനായിട്ട് പറ്റും. ഇനി +2 അല്ലാത്തൊരു ടെക്നിക്കൽ കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ അത് കുട്ടിക്ക് ചേരാനായിട്ട് പറ്റും. അതേസമയം തന്നെ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അടുത്തൊരു സ്റ്റേജാണ്, അത് അംബിഷൻ സെറ്റിംഗ് ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയോട് നിനക്ക് എന്തെല്ലാമാണ് ജീവിതത്തിലെ വഴികൾ, പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലാം വഴിയാറേ ഉള്ളൂ, ഇപ്പം അങ്ങനെയല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് വഴിതിരിയാൻ 200 മാർക്കുകളാണ്. 200 പ്രൊഫഷൻസ് ആർ അവൈലബിൾ ഫോർ ദം. കുട്ടികൾക്ക് അറിഞ്ഞോട്ടെ. അപ്പോൾ മലയാളത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്ത 3-4 പുസ്തകങ്ങൾ ഞാൻ എൻ്റെ കവർ പേജിൽ എൻ്റെ കണ്ടൻറ്റ് മനീഷയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കണം. അപ്പോൾ മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്ത പഠനം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് കിട്ടാൻ പറ്റുന്ന 150 ജോലികൾ. മലയാളം പബ്ലിഷ് ചെയ്ത ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് വഴിതിരിയാനുള്ള 170 മാർക്കുകൾ. മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്ത വിദ്യ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് വഴിതിരിയാനുള്ള 170 മാർക്കുകൾ. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പുസ്തകം രാഷ്ട്രദീപികയാണ്. ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് 200,000 രൂപ പുസ്തകം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ലക്ഷ്യം വെക്കാവുന്ന 200 പ്രൊഫഷൻസ് എന്തൊക്കെയാണ്. കുട്ടിക്ക് ഏതൊരു പുസ്തകം വാങ്ങിച്ചോ? മനുഷ്യൻ്റെ അറിയാമോ? ഈ 4 പുസ്തകം നമ്മൾ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് ഒരാളിനോട് ഇതൊക്കെ പഠിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിന് മുന്നിൽ ആയാലും ക്ലാസ് എടുക്കണം. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മനീഷയുടെ അംഗങ്ങളായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും 200 പ്രൊഫഷൻ എന്തൊക്കെയാണ് ഒറ്റയടിക്കാൻ അയച്ചു കൊടുക്കും. അവർക്ക് വീട്ടിൽ നിന്നും കാണാം. അടുക്കള മീൻകറി ഉണ്ടാക്കുക, അടുക്കളയിലെ റെഡിയൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മീൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് ഈ 200 പ്രൊഫഷൻ എന്തൊക്കെയാണ് കണ്ടെത്താറ്. അപ്പോൾ ഞാൻ 4 പുസ്തകങ്ങളുടെ കവർ പേജും അതിൻ്റെ കണ്ടന്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ മനീഷയെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ലക്ഷ്യം വെക്കാനുള്ള 200 മാർക്കുകൾ എന്തൊക്കെയാണ്. അപ്പനമ്മയ്ക്ക് 2 ആഗ്രഹം, ഡോക്ടർ ഓഫ് എഞ്ചിനീയർ. ഇതൊന്നും ഇപ്പോൾ വലിയ ജോലിയൊന്നുമല്ല, ലോകത്തിലെ വലിയ ജോലിയാണ്. അപ്പോൾ 200 പ്രൊഫഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ പ്രൊഫഷൻ്റെ ഗുണവും ദോഷവും കൊണ്ടിരിക്കണം. വലിയ ശമ്പളമുള്ള പ്രൊഫഷനാണ്. ബെസ്റ്റ് പരിപാടി എന്താണ്? UN സിവിൽ സർവീസുകാരൻ. സ്റ്റാർട്ടിങ് ശമ്പളം 5 ലക്ഷം രൂപ ഒരു മാസം. ഒരു 15 കൊല്ലം കഴിയുമ്പോൾ 1 കോടി രൂപ ശമ്പളം കിട്ടും ഒരു മാസം. അതുപോലെ ഓയിൽ ഗ്യാസ് ഡ്രില്ലിംഗ്, കടലിനകത്ത് റിഗിന് മേളിൽ നിന്ന് ഓയിലിനകത്ത് ഗ്യാസ് വലിച്ചെടുക്കാൻ ഒരു മാസം 10 ലക്ഷം രൂപ ശമ്പളം. 3 മാസം ജോലി ചെയ്ത് 4ാമത്തെ മാസം ശമ്പളത്തിലോട്ട് വീട്ടിൽ വരാം. ഒരു മാസം സ്പെൻഡ് ചെയ്യാം. അത് 90 ദിവസം ജോലി ചെയ്യുന്നതിന് 40 ലക്ഷം രൂപയുടെ ശമ്പളം. എല്ലാവരെ കൊണ്ടും പറ്റുമോ? പറ്റിയല്ല. എന്നെ കൊണ്ട് 1 കോടി രൂപ പറ്റിയല്ല. ഒരു ദിവസം ഒരു 50-100 വരെ കടലിൽ ഭയങ്കര പ്രശ്നമാണ്. ആൾത്താമസമില്ലാത്ത കടലിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു പെൺകുട്ടിക്ക് കടലിൽ പോയി റിഗ് ഓപ്പറേറ്റർ ആവാൻ പറ്റും. കൈകളുള്ള ഉൾക്കാരുണ്ടേ, എല്ലാ സ്ത്രീകൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ശമ്പളം മുഴുവൻ കിട്ടും. പക്ഷെ നമുക്കതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ, നമുക്കതിൻ്റെ മാനസികമായി തയ്യാറുണ്ടോ എന്ന് കണ്ടെത്താം. അപ്പോൾ ഓരോ ജോലിയുടെയും ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു 20 ജോലികളുണ്ട്.
പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് അയച്ചേക്കാം, ടുമോറോസ് ജോബ്സ്. അതായത് 15 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് അന്നത്തെ ജോലികൾ. ഇപ്പോൾ ലോകത്തിൽ നിലനിൽക്കുന്ന 2024 ലോകത്ത് നിലനിൽക്കുന്ന 35% ജോലികൾ 2000 ആണ്ടിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇയർ 2021 പിറക്കുമ്പോൾ ഇല്ലാത്ത ജോലികളാണ് 24 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് 35% ജോലികൾ. 2045 ആവുമ്പോൾ അന്ന് ഉണ്ടാവാൻ പോകുന്ന ജോലിയുടെ 65% ഇപ്പോൾ ഭൂമിയിലില്ല. 2024 പക്ഷേ കണ്ടെത്തിയിട്ടില്ല. ആ മേഖലയിൽ റിസർച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. 65% ജോബ്സ് ഇന്ന് ഭൂമിയിൽ ഇല്ലാത്ത ജോലികളാണ്. അപ്പം നാളെ ഷുവർ ജോലി കിട്ടുന്ന പ്രൊഫഷൻ എന്താണ്? ഇപ്പോൾ നഴ്സിംഗ് പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പഠിച്ചാൽ ജോലി ഉറപ്പാണ്. നാച്ചുറൽ ഗ്യാസ് ടെക്നോളജി പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അപ്പോൾ പഠിച്ചാൽ ജോലി ഉറപ്പുള്ള 20 മേഖലയൊക്കെയാണ്. ഞാൻ ടുമോറോസ് ജോബ്സ് എന്ന ലേഖനം അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. നാളെ ജോലി ഉറപ്പുള്ള മേഖല. അപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടി, അച്ഛനമ്മയ്ക്ക് ജോലിയില്ല, വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ആ കുട്ടിയെ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചിലപ്പോൾ കോഴ്സ് പഠിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. ആ കുട്ടിക്ക് കറക്റ്റ് അവന് ജോലി കിട്ടാൻ പറ്റിയ ഷുവർ ജോലി കിട്ടാൻ പറ്റിയ മേഖല കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി 3 കൊല്ലം പഠിച്ചത് ജോലി ഉറപ്പ്. ആ കുടുംബത്തെ അവന് സംരക്ഷിക്കാൻ പറ്റും. കുടുംബത്തിന് ഭാഗമാകാൻ ആ കുട്ടി ജീവിച്ചോളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് പഠനം. ഇനി ചില കോഴ്സ് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇന്ത്യ ഗവൺമെൻറ് ആഡ് ഓൺ കോഴ്സസ് എന്ന് പറഞ്ഞ കോഴ്സസ് 800 ഫ്രീ. ഈ 800 കോഴ്സിന് പഠിച്ചാൽ 1 പൈസ ഫീസില്ല. നോട്ട് എ സിംഗിൾ റുപ്പി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്. ഡിഗ്രി വേണ്ട. അപ്പോൾ നമ്മുടെ മനീഷയിൽ അംഗങ്ങളായ എല്ലാവർക്കും ആ 800 കോഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കോഴ്സിൽ ലിസ്റ്റ് ചേർന്ന് മനീഷയിൽ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് 800 ആഡ് ഓൺ കോഴ്സ് ചേർക്കണം. എടുത്തിട്ട് മനീഷിന് അംഗങ്ങളായ എല്ലാ വീടുകൾക്കും 800 കോഴ്സ് അങ്ങ് അയച്ചുകൊണ്ട്, അപ്പം വീട്ടിലാരെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടാവും. അതിൽ നിന്ന് ഈ 800 നോക്കിയിട്ട് നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയ കോഴ്സ് ഏതാണ്? 1 മന്ത് കോഴ്സ്, 2 മന്ത് കോഴ്സ്, 3 മന്ത് കോഴ്സൊക്കെ ആണ്. അത് പാസ്സാക്കി കഴിഞ്ഞുണ്ടല്ലോ ജോലി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ജോലി കിട്ടാൻ സാധ്യത. അപ്പം അങ്ങനെ കോളേജിൽ പോയി 5 കൊല്ലം 8 കൊല്ലം പഠിക്കാൻ വയ്യ, പെട്ടെന്ന് ജോലി വേണം. ഈ ആഡ് ഓൺ കോഴ്സിൽ കുട്ടിയെ ചേർത്ത് കുട്ടിക്ക് അപ്പോൾ ഇഷ്ടമുള്ള ജോലിയിലേക്ക് കുട്ടിക്ക് തിരിയാൻ പറ്റും. അത് വളരെ പ്രത്യേകം ചെയ്യേണ്ട ജോലിയല്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പ് ഏതൊക്കെ പരീക്ഷയിൽ എഴുതണം എന്ന് തീരുമാനിക്കണം. ഇപ്പോൾ മത്സര പരീക്ഷകളിലൂടെ ഒരു കുട്ടിക്ക് തൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടാൻ പറ്റുന്ന പ്രൊഫഷൻസ് 148 പരീക്ഷകളാണ്. IAS പരീക്ഷ തൊട്ട് ക്ലർക്ക് പരീക്ഷ വരെ ഉള്ള 148 പരീക്ഷകൾ. ഒരു റെക്കമെൻഡേഷൻ വേണ്ട, കോഴ കൊടുക്കേണ്ട, സ്വന്തം കഴിവുള്ള കുട്ടിക്ക് പഠിച്ച് കയറാൻ പറ്റുന്ന പരീക്ഷ. അതൊക്കെയാണ്. അത് വളരെ കൃത്യമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദ്യ എന്ന പുസ്തകത്തിൻ്റെ അവസാന ഭാഗം. ഞാനത് കംപ്ലീറ്റ് ഫോട്ടോ കോപ്പി എടുത്ത് മനീഷയ്ക്ക് അയച്ചിട്ടുണ്ട്. അതായത് ഒരു കുട്ടിക്ക് മിടുക്കനോ മിടുക്കിയ കുട്ടിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ സ്വന്തമായി മത്സര പരീക്ഷ എഴുതി ഒരു ജോലി ലഭിക്കാൻ പറ്റിയ 148 മത്സര പരീക്ഷകളൊക്കെയാണ്. അപ്പോൾ ആ മത്സര പരീക്ഷ എടുത്തിട്ട് കുട്ടി അതിനകത്ത് ഒരു 5-6 ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. എന്നിട്ട് കുട്ടി അച്ഛനോട് അമ്മയോടെന്ന് പറയും, അച്ഛാ ഈ 6 ഏതെങ്കിലും ഓർമ്മ നല്ലതാണ് കണ്ടുപിടിച്ചതാണ്. കുട്ടി ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ പൊതുവെ പറയും. അപ്പോൾ അമ്മയും ടീച്ചറും അച്ഛനും നിങ്ങൾക്ക് ഈ കുട്ടിയുടെ ഗുണമറിയാം, കുട്ടിയുടെ കഴിവറിയാം, കുട്ടിയുടെ വീക്ക്നെസ് അറിയാം. അപ്പോൾ നിങ്ങൾ ആ 7 ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് 2-3 കുട്ടിക്ക് പകർവിടാം. ഇത് 3 കുട്ടി എഴുതുമെന്ന് പറയാം. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പരീക്ഷ എഴുതുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ്? അല്ല. എല്ലാ പരീക്ഷ എഴുതുന്നത് ഇപ്പോൾ എനിക്ക് പരീക്ഷ എഴുതുന്നത് രസമാണ്. ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുന്ന പോലെ രസമാണ്. ഞാൻ 175 പരീക്ഷ പാസ്സായി, 22 പ്രാക്ടിക്കൽ എടുത്ത്, 7 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ എനിക്ക് പരീക്ഷ എഴുതുന്ന രസമാണ്. പലപ്പോഴും പരീക്ഷയുടെ റിസൾട്ട് നോക്കാറില്ല, കുറച്ച് കഴിഞ്ഞ് പരീക്ഷ റിസൾട്ട് പോസ്റ്റിൽ വരും. അപ്പോൾ പരീക്ഷ എഴുതുന്ന ഹരം കുട്ടിക്കുണ്ടാകും. ഹരം ഉണ്ടാക്കിയിട്ട് ഈ 148 പരീക്ഷയെ കുട്ടി ഏതൊക്കെ എഴുതണമെന്നുള്ള കുട്ടിക്ക് ക്യാൻസർ. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്. പണ്ടൊക്കെ ഞങ്ങൾ IAS പഠിക്കുമ്പോൾ ഇവിടെ നോട്ടുമില്ല, പറഞ്ഞു തരാൻ ആളുമില്ല, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില്ല, ഡൽഹിയിൽ ചെന്നതിൽ ചില നോട്ടൊക്കെ പഠിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഏത് പരീക്ഷ എഴുതണോ ആ പരീക്ഷയുടെ പേരോട്ട് അടുത്ത് കൊടുത്താൽ
സിലബസ് അപ്പോഴേ പുറത്ത് വരും. കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരും. 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് കംപ്ലീറ്റ് നമുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പറ്റിയാണ്. കമ്പൾസറി റീഡിങ് ഏതൊക്കെയാണ്, ഓപ്ഷൻ റീഡിങ് എന്തൊക്കെയാണ്, കംപ്ലീറ്റ് കഴിക്കും. അപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ്, എഴുതാൻ പോകുന്ന പരീക്ഷയുടെ കഴിഞ്ഞ 5 കൊല്ലത്തെ സിലബസ്, എഴുതാൻ പോകുന്ന പരീക്ഷയുടെ കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്, മോഡൽ ആൻസർ ഒറ്റയടിയിൽ കമ്പ്ലീറ്റ് കിട്ടും. 10 മിനിറ്റ് മതി എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ കുട്ടി എഴുതാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷയുടെ ഈ കംപ്ലീറ്റ് സാധനം കുട്ടി പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തേക്കാം. കുട്ടി അതിങ്ങനെ എടുത്ത് വായിച്ച് കുട്ടി പതൊക്കെ പിടിച്ചങ്ങനെ കയറിക്കോളും. എഴുതാൻ ഉദ്ദേശിക്കുന്ന മത്സര പരീക്ഷ എഴുതാൻ പറ്റിയ 140 പരീക്ഷകളിൽ ഏതെല്ലാം എഴുതണമെന്ന് കുട്ടി തീരുമാനിച്ചിട്ട് അതിൻ്റെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് പോകണം. ഞാൻ ലിസ്റ്റ് കംപ്ലീറ്റ് അയച്ചു തന്നിട്ടുണ്ട്. മനീഷ 140 പരീക്ഷ എടുത്തിട്ട് മനീഷയുടെ അങ്ങനെയുള്ള എല്ലാ പേരൻസിനും ഇത് കൊടുക്കണം. അപ്പോൾ അപ്പനും അമ്മയും കുട്ടിയെല്ലാം കൂടെ ആലോചിച്ചിട്ട് കുട്ടി കയറിപ്പോകും. അടുത്ത സ്റ്റെപ്പ് കമ്പ്യൂട്ടർ ലേണിംഗ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഗുരുമുഖത്തൊന്നും കേൾക്കുന്ന അല്ലാതെ പഠിക്കാൻ പറഞ്ഞ ഒരു മാർഗമില്ല. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന എന്താണോ അത് പഠിക്കാൻ പറ്റുള്ളൂ. ടീച്ചർ പഠിപ്പിച്ച ദിവസം നമുക്കൊരു പനിയാണ്, നമുക്ക് പോകാൻ പറ്റിയില്ല, ആബ്സെൻ്റ് ആയിരുന്നു, അത് കംപ്ലീറ്റ് പോയി. പിന്നെ അത് പഠിക്കാൻ ഓരോ മാർഗമില്ല. നാട്ടിൻപുറത്ത് ആരോട് ചോദിക്കാൻ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കാൻ കുട്ടികളെ പഠിക്കണം. കുട്ടി ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച് മനസ്സിലായില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുട്ടി ലീവിലായി, അല്ലെങ്കിൽ ആ പോർഷൻ ടീച്ചർ കവർ ചെയ്തിട്ടില്ല. കുട്ടി എന്ത് ചെയ്യണം? കുട്ടി വീട്ടിൽ വന്നിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ കൺട്രി വൈഡ് ക്ലാസ് പ്രോഗ്രാം അതിനകത്ത് കയറി ബാക്ക് ന്യൂട്ടൺസ് ഗ്രാവിറ്റി ലോസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തെ പറ്റി ഇന്ത്യയിലെ ഏറ്റവും പണ്ഡിതനായി ഒരാളുടെ ക്ലാസ്, 1 മണിക്കൂർ ക്ലാസ് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന് സുഖമായിട്ട് ക്ലാസ് കേട്ടാവുന്നല്ലോ. കംപ്ലീറ്റ് ആ കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി അത് പഠിപ്പിച്ച് മനസ്സിലായില്ലോ. EMRC ഹൈദരാബാദ്, ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് സെൻ്റർ ഹൈദരാബാദ്, ആ നമ്പറിൽ കാൽക്കുലസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വേറൊരു പണ്ഡിതന ക്ലാസ് 1 മണിക്കൂർ നമുക്ക് ഒന്നിനായിട്ട് മനസ്സിലാവും. പിന്നെ കേരള ഗവൺമെൻറ് ലിറ്ററേച്ചർ ചാനൽ ലോൺ, ലിറ്ററേച്ചർ ചാനൽ ലോൺ മലയാളം, ലിറ്ററേച്ചർ ചാനൽ ഇംഗ്ലീഷ്, എൻ്റെ 30 ക്ലാസ് കേൾക്കുന്നത് അത് കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് 3ഉം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ തലക്കെന്തോ കുഴപ്പമാണ്. അപ്പം വിശദമായിട്ട് പഠിച്ചെടുക്കാം. അടുത്തത്, പണ്ട് നമ്മളെല്ലാം പുസ്തകം കുത്തിയിരുന്ന് വായിച്ചു. ഞാനൊക്കെ 18 മണിക്കൂറിൽ വായിച്ചു. അങ്ങനെ വായിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടത്തെ കണ്ണ് 90% അറിഞ്ഞിരിക്കുക, എൻ്റെ വലത്തെ കണ്ണ് 70%. ഞാൻ എൻ്റെ കണ്ണാടി 2 ഇരുമ്പ് വെച്ച് പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ മസിൽ മുഴുവൻ വീക്കണ്ടായിരിക്കും. ഒരാളിനെ നോക്കണമെങ്കിൽ ഞാൻ സ്ട്രെയിൻ ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ സ്ത്രീകളെ നോക്കാറില്ല. കാരണം എൻ്റെ നോട്ടത്തിൽ എന്തോ ദൂരമുണ്ടെന്ന് തോന്നിയപ്പോൾ പിന്നെ പരീക്ഷയോട് പാടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഓഡിയോ ബുക്കുണ്ട്. ഒരു ബുക്ക് വായിക്കണമെങ്കിൽ ഓഡിയോ ബുക്കിനകത്ത് കയറിയിട്ട് പുസ്തകത്തിൻ്റെ പേരൊക്കെ അടിച്ചു കൊടുത്താൽ മതി. വിൽ ബി ഓൺ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വോളിയം 1 ഓറിയന്റൽ ചാപ്റ്റർ 4 ഇന്ത്യൻ സിവിലൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് പീറ്റർ സി ഇരുന്ന പുസ്തകം കൊണ്ട് വായിക്കും. നമ്മൾ ചാരസരസ്വഭാവമായിട്ട് ഇരുന്നിട്ട് 7 ഇരുന്നാൽ ഞാൻ 7:30 കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടു. 10:30 എത്തിയപ്പോഴേക്കും ഞാൻ 5 പുസ്തകം വായിച്ചു. എൻ്റെ കാറിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓഡിയോ ബുക്ക് കൊണ്ട് അടിച്ചു വായിക്കേണ്ട പുസ്തകം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുസ്തകം ഇരുന്ന് വായിച്ച് നമ്മളെ കേൾക്കും. സുഖമായിട്ട് വായിച്ചു. കവിതയാണെങ്കിൽ അത് ചൊല്ലിക്കേൾക്കും. അപ്പം ഇങ്ങനെ ക്ലാസ് കേട്ടാൽ പുസ്തകം വായിച്ചു എന്നുള്ള ഒരു ഗുണം. രണ്ടാമത്തത്, ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കണമെന്ന് മനസ്സിലാവും. സാഹിത്യം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആ വാക്ക് എങ്ങനെ ഉച്ചരിക്കണം, ആ ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവും. അബദ്ധം പറ്റില്ല. 6ാം ക്ലാസ് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. എന്നെ ഒരു സാറ് വാക്ക് പഠിച്ചു, കിടിനാക്കുന്ന വാക്ക്. 9ാം ക്ലാസ്സിൽ എലിസബത്ത് കുര്യൻ ടീച്ചർ ക്ലാസ് വന്നു, ബേസിക് ഗ്രേഡ് കാര്യമാണ്. ആ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കിഡ്നാപ്പെന്ന വാക്കിനാണ് മറ്റാളെന്നെ കിഡ്നാപ്പെന്ന് പഠിപ്പിച്ചത് മനസ്സിലായത്. ഈ ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ല. ഞാൻ DGP ആയിട്ട് ഒരു സ്ഥലം ചെന്ന് ആരുടെ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത് SI എന്ന് മാത്രം ചിരിക്കത്തില്ല. DGP വിവരം കേട്ടാൽ DGP കിഡ്നാപ്പ് എടുത്ത് നടക്കും. പക്ഷേ നിങ്ങൾ ഈ ഓഡിയോ ബുക്ക് കേട്ടാൽ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കണം, ഓരോ വാക്ക് എങ്ങനെ ഉച്ചരിക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഒരു പുസ്തകം ഇംഗ്ലീഷിലാണ്, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സമ്മതി വേണം. എന്തെന്ന് പറയുമ്പോൾ കുക്കു ആപ്പണത് കുക്കു ആപ്പണത് കയറി ഗോൺ വിത്ത് ദ വിൻഡ് മാർഗരറ്റ് മിച്ചൽ മലയാളം അടിച്ചോട്ട് കഴിഞ്ഞാൽ മാർഗരറ്റ് മിച്ചലിൻ്റെ ഗോൺ വിത്ത് ദ വിൻഡ് മലയാള ഭാഷ നിങ്ങൾക്ക് കേൾക്കാം. അല്ലെങ്കിൽ സ്ക്രീനിലെ സമ്മറി കേൾക്കും.
സുഖം പരിപാടി വെക്കുക. ഇനി പുസ്തകം മുഴുവൻ വായിക്കണോ? വേണ്ട. ബ്ലിങ്കിസ്റ്റ് എന്ന സാധനമാണ്, BLINKIST. പുസ്തകത്തിൻ്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുസ്തകം 10 പേജിൽ സമ്മറൈസ് ചെയ്ത് വരും. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനം, 3000 പേജാണ്. ഞാനൊരു 22 ദിവസം എടുത്ത് വായിച്ചെടുക്കാൻ യുദ്ധവും സമാധാനം. ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടി അറിയാം. വാർ ആൻഡ് പീസ് ലിയോ ടോൾസ്റ്റോയ് ഇംഗ്ലീഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 3000 പേജുള്ള വാർ ആൻഡ് പീസിൻ്റെ സമ്മറി 10 പേജിൽ സ്ക്രീനിൽ വരും. സുഖം പരിപാടി. പണ്ട് ഞങ്ങളൊക്കെ നോൺ ടീച്ചർ പഠിക്കാൻ 2 മാസം മെനക്കെടുത്ത് പഠിച്ചത്. ഇപ്പോഴത്തെ പിള്ളേരെന്നറിയാം, ബ്ലിങ്കിസ്റ്റ് കയറും. ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി, പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, 5 മിനിറ്റ് കഴിയുമ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ് സമ്മറി വരും. ആ പുസ്തകത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യത 10 ചോദ്യങ്ങളുടെ ഉത്തരം അപ്പോഴേ സ്ക്രീനിൽ വരും. സുഖം പരിപാടി. നോൺ ടീച്ചർ പഠിത്തം കഴിച്ചാൽ മണിക്കൂർ 2 മാസം മെനക്കേണ്ട കാര്യമില്ല. പിന്നെ ചില കുട്ടികൾ പറയും, അങ്ങനെ വെറുതെ കേട്ടിട്ടൊന്നും കാര്യമില്ലെങ്കിൽ കാണണം. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിനകത്ത് കയറിയിട്ട് ഡോക്യുമെൻ്ററീസ് എന്ന് പറയുന്ന ഒരു സാധനം, ഡോക്യുമെൻ്ററീസ് 66 ലക്ഷം ക്ലാസ്സാണ്. 66 ലക്ഷം ക്ലാസ്സാണ് കിടക്കുന്നത്. സോളാർ സിസ്റ്റം അടിച്ചാൽ 9 മണിക്കൂർ പ്രോഗ്രാമാണ്. സൗരയൂഥവും അതിൻ്റെ ഓരോ ഗ്രഹവും അതിൻ്റെ ഗുണവും പ്രത്യേകതകളും എല്ലാം കാണും. ഓഷ്യൻസ് ഓഫ് ദ വേൾഡ് അടിച്ചു കഴിഞ്ഞാൽ 7 മഹാസമുദ്രങ്ങളെ പറ്റി 5 മണിക്കൂർ പ്രോഗ്രാമാണ്. പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ്, ഓരോ പിരമിഡ് എടുക്കുക, അത് ആരുണ്ടാക്കിയത്, പ്രത്യേകം എന്താണ്, അതിൻ്റെ ഓരോ ഭൂഗർഭത്തിൽ ഡിസ്ക്രിപ്ഷൻ എന്താണ്, കമ്പിളി നമുക്ക് കാണാം. 3D കണ്ടുകൊണ്ടിരുന്ന് പഠിക്കാം. നമ്മൾ ബെഡ്റൂമിലിരിക്കുകയാണ്, ഒരു കയ്യിൽ ഒരു സിനിമ ഇരിക്കുകയാണ്, പക്ഷേ ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 66 ലക്ഷം ക്ലാസ്സാണ് യൂട്യൂബ്. അപ്പോൾ കുട്ടിയുടെ സിലബസ് അനുസരിച്ച് പഠിക്കേണ്ട വിഷയം യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് ഡോക്യുമെൻ്ററി കയറി അടിച്ചു കൊടുത്താൽ വീഡിയോ ക്ലാസ് കഴിയും. ബിബ്ലിയോഗ്രഫി സർച്ച്, ഒരു പുസ്തകത്തെ പറ്റി എത്ര പുസ്തകം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ബിബ്ലിയോഗ്രഫി സർച്ച് അടിച്ചാൽ അപ്പോൾ കൈവരും. പിന്നെ എൻസൈക്ലോപീഡിയ സർച്ച്, പണ്ട് എൻസൈക്ലോപീഡിയ വായിക്കണമെങ്കിൽ അവർ 9 ബസ് പന്തളത്തിറങ്ങി അവർ 3 കിലോമീറ്റർ ബസ്സിൽ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്താമെന്നതിൽ ചെന്ന് വിഷയം പറയുമ്പോൾ അവരെ ഇരുമ്പ് ഗേറ്റിനകത്ത് നമ്മളെ ഗേറ്റ് കൂട്ടും. എന്നിട്ട് എൻസൈക്ലോപീഡിയ വായിക്കാം. നമ്മൾ വായി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമൊന്നും കണ്ടില്ലെന്ന് ഉറപ്പാക്കി കഴിയുമ്പോൾ നമ്മൾ തുറന്ന് പുറത്തു കൊടുക്കും. ഇപ്പോഴാണ് നമ്മുടെ മക്കൾ ബെഡ്റൂമിലിരുന്ന് എൻസൈക്ലോപീഡിയ സർച്ച് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ബ്രിട്ടാനിക്ക എന്ന് പറയുന്നു, അമേരിക്കൻ എന്ന് പറയുന്നു, കോളീസ് എന്ന് പറയുന്നു, വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നു, കംപ്ലീറ്റ് ആക്കി. വിക്കിപീഡിയ കൊണ്ട് വിശ്വാസമൊക്കെ ശുദ്ധ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് കാണും. പക്ഷെ 4 എൻസൈക്ലോപീഡിയ ഒഫീഷ്യലി എന്താണ് പറയുന്നത് അപ്പോഴേ 4 എൻസൈക്ലോപീഡിയ റെഡി സർച്ച് ഇൻ 2 minutes ടൈം. ഇതിനെ ചാർട്ട് GPT എല്ലാം കണ്ടുപിടിച്ചതിനെ സംബന്ധിച്ചു പണ്ടൊരു ലേഖനം എഴുതണം. നമ്മൾ 3 ദിവസം മെനക്കെട്ട് ലൈബ്രറിയിൽ പോയി വിവരങ്ങളൊക്കെ ശേഖരിച്ച് രാത്രി 10 മണിയാകുമ്പോൾ എഴുതി തുടങ്ങി രാത്രി 1 മണിയാകുമ്പോൾ തീർത്ത് നേരെ വിളിക്കുമ്പോൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോയി ഗവർണർ കഴിച്ചു കൊടുക്കും. പത്രത്തിനോ മാസത്തേക്ക് പബ്ലിഷ് ആകുമ്പോൾ കഴിച്ചു കൊടുക്കും. ഇപ്പോഴത്തെ പിള്ളേരാണെന്നറിയാം, ചാറ്റ് GPT വിഷയം കൊടുത്തിട്ട് essay in 5 pages 10 pages ഒറ്റ കൊടുക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ വിഷയത്തെ പറ്റി ആധികാരിക ലേഖന ഇറങ്ങി വരും. പ്രസംഗിക്കണം. പണ്ട് നമ്മൾ വിവരമൊക്കെ ശേഖരിച്ച് ചേർത്തലാണ് പ്രസംഗമില്ല. ചേർത്തല ജനങ്ങളോട് എന്താ പറയേണ്ടത്, ചേർത്തല ജനങ്ങളോട് പറയേണ്ടത് മലപ്പുറത്ത് പറയാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കും. ഇപ്പോഴത്തെ പിള്ളേരാണെന്നറിയാം, സ്പീച്ച് ഓൺ ദിസ് ടോപ്പിക് ഹാഫ് ആൻ അവർ 15 minutes. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ പ്രസംഗിക്കാൻ പറഞ്ഞാണല്ലോ പ്രസംഗിച്ച് കേൾപ്പിക്കും. സെക്സ് സെലക്ട് ചെയ്യാം. മെയിലെന്ന് സായി പ്രസംഗിച്ച് കേൾപ്പിച്ചത്, ഫീമെയിലിന് അക്ഷരത്തെ മതം പ്രസംഗിക്കും. പെൺപിള്ളേർ സാധനം സായിപ്പിനോട് പ്രസംഗിക്കും, ആമ്പിള്ളേർ സാധനം മതങ്ങളോട് പ്രസംഗിക്കും. അതല്ല ഓപ്പോസിറ്റ് സെക്സിനോട് പ്രസംഗിക്കുന്നു. 5 minutes കാര്യം കഴിയും. ഇത്തവണ IAS പരീക്ഷ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ മക്കളെ ഈ തവണ SIക്ക് 10 essay പോസ്റ്റലാണ്. അങ്ങനെ ഓരോ essay പറഞ്ഞു കൊടുത്ത സൈഡ് കണ്ടന്റ് പറഞ്ഞു. ഞാൻ ക്ലാസ് തുടങ്ങുന്നു. അരമണിക്കൂർ പിള്ളേർക്ക് കിട്ടി സാർ, ഞാൻ ഇത് കിട്ടി. അത് സാർ വന്ന 10 essay കിട്ടി. ഇവന്മാർ എന്നെക്കാൾ ബുദ്ധിമാന്മാർ. ഓരോരുത്തരും അവൻ്റെ മൊബൈലിൽ ഓരോ വിഷയം അടിച്ചു കൊടുത്തു. 10 അവിടെ നിന്ന് 10 വിഷയം അടിച്ചു കൊടുത്തു. ഓരോരുത്തരുടെ മൊബൈലിലുള്ള essay എന്ന് പറഞ്ഞു. ഞാൻ അത് അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്ത 10 essayക്കാരൻ 3 essay ഇത്തവണ IASൻ്റെ ജനറൽ സെക്രട്ടറി. എൻ്റെ ശിഷ്യകരണം 24 പാസ്സായ IAS കലക്കാർക്ക്. ഇത് നമ്മളൊന്നും സ്വപ്നം കണ്ട ലോകമല്ല. ചാർട്ട് GPT ഇപ്പോൾ സാധാരണയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അനുഭവം ഒരു രക്ഷയില്ല. എന്തൊരു പരിപാടിയാണെന്നറിയാം. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്മറി ഞാൻ കുത്തിയിരുന്ന് ഹിസ്റ്ററിയിൽ പഠിച്ചത് ഇന്ത്യൻ
പാടിയില്ലാപ്പം പുസ്തകം വെച്ചിട്ട് ഒരു ദിവസം നൽകട്ടെ 2 ദിവസം നൽകട്ടെ. 2ാം ദിവസമായപ്പോൾ എൻ്റെ മരുമകനെ കാണണം. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ 2 ദിവസമായിട്ട് മോനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സമ്മതിക്കാൻ പപ്പ ഒന്ന് മാറിയപ്പ അവന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറിയിട്ട് ഒറ്റയാടി കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 24 പേജ് കംപ്ലീറ്റ് സമ്മറി ചെയ്ത ഫ്രീഡം സ്ട്രഗിളിൽ ഇറങ്ങി. അത്ഭുത ലോകം നല്ല എന്താ ചെയ്യുക. ഞാൻ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് ഒരു മെറ്റീരിയൽ എടുക്കുകയായിരുന്നു. മെറ്റീരിയൽ എടുക്കുന്നത് കൊച്ചിൻ പോർട്ടിൻ്റെ ഹിസ്റ്ററി, പഴയ പോർട്ട് എന്തായിരുന്നു, എങ്ങനെയാണ് 1986 നശിച്ചു പോയത്, പിന്നെ 1924 റോബർട്ട് ക്രിസ്റ്റോ എങ്ങനെയാണ് ഇപ്പോഴത്തെ കൊച്ചിൻ പോർട്ട് വെല്ലിംഗ്ടണിൽ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ചൈൽഡ് മകളുടെ മകള് 10 വയസ്സ് എന്തോ ഗ്രാൻഡ് പൈന്ന് ചെയ്യുന്നത് അവർ മോളെ കൊച്ചിൻ ഗ്രാൻഡ് പോ ഒന്ന് മാറിക്കുന്നത്. 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിൻ കമ്പ്യൂട്ടർ കിട്ടുന്ന അടി അടിച്ചപ്പോണ്ട് കൊച്ചിൻ പോർട്ട് ഹിസ്റ്ററി ഇറക്കുന്നുണ്ട്. അപ്പോഴാണ് കൊച്ചുമക്കളുടെ മുമ്പ് നമ്മൾ തോറ്റു വരും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലോകം. അപ്പോൾ നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടർ വെച്ച് പഠിക്കാൻ പഠിച്ചില്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് പോയാൽ നമ്മുടെ മക്കൾ ഫ്ലാറ്റായി. കാരണം ഡൽഹിയിൽ കർണാടക മദ്രാസിൽ ഈ പരിപാടിയെല്ലാം പഠിക്കുന്ന പരീക്ഷ നൽകിയത് ഇതൊന്നുമില്ല. നമ്മുടെ മക്കൾ മത്സരിക്കാൻ പോയാൽ ആ കുട്ടികളെടുത്ത് ജയിക്കാൻ പറ്റുമോ? ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടർ വെച്ച് പഠിക്കേണ്ട എങ്ങനെയാണെന്നുള്ള 2 ലേഖനം അയച്ചത് മനീഷയ്ക്ക് അയച്ചതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? മനീഷയുടെ അംഗങ്ങളായിട്ടുള്ള കുട്ടികൾക്കും പേരൻസും ഇതൊന്നും അയച്ചു കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നത്. അവർ വീട്ടിൽ ഇരുന്നാൽ മതി, സാധനം കമ്പ്യൂട്ടർ കൈകിട്ടും. ഇനി പ്രാക്ടിക്കൽ ലെസൺ കൊണ്ട് പഠിക്കണമെങ്കിൽ മാത്രം മനീഷ ആ സംശയമുള്ളവർ മാത്രമേ ഇപ്പോഴോട് വിളിച്ചു വരുത്തി അവർക്ക് സംശയമുള്ളത് പങ്കെടുക്കുക. അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ കിട്ടും. ക്ലാസ് കംപ്ലീറ്റ് വീട്ടിലയച്ചു കൊടുക്കാം. കമ്പ്യൂട്ടർ വെച്ച് പഠിക്കാനുള്ള 14 മെത്തേഡ്സ് കുട്ടി വീട്ടിൽ നിന്ന് പഠിച്ചോളൂ. പിന്നെ കുട്ടി അത് ഉപയോഗിച്ച് പഠിച്ചോളൂ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ലേണിംഗ് കുട്ടികളെ പഠിപ്പിക്കണം. അടുത്തത് കോളേജ് വിദ്യാഭ്യാസം. കോളേജിൽ പോകുമ്പോൾ ഏത് കോളേജിൽ ചേരണം, കോളേജുകളുടെ ഗുണവും ദോഷവും എന്തൊക്കെയാണ്, ഏതൊക്കെ കോഴ്സാണ് പഠിക്കാൻ കിട്ടുക, കംപ്ലീറ്റ് ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് ഒറ്റയടിക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ എല്ലാ മനുഷ്യർക്ക് വീട്ടിൽ തന്നെ കിട്ടും. കോളേജിൽ പഠിക്കാനുള്ള ഡിഗ്രികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കോഴ്സാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം, അതിൻ്റെ ഫീസ് എത്ര, എവിടെയാണ് അതിൻ്റെ കോഴ്സ്, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ, കംപ്ലീറ്റ് ടക്ക് എന്നൊരൊട്ടെങ്കിൽ എല്ലാം കഴിക്കും. അപ്പോൾ അതാ മാതാപിതാക്കൾ ഒന്ന് വായിക്കും. ഇതിലേതാണ് കുട്ടിക്ക് കരണീയം എന്ന് പഠിക്കാം. ഇപ്പോൾ പെൺകുട്ടിയാണ് ഡൽഹി വിട്ട് പഠിപ്പിക്കുന്ന ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ വീടിനടുത്തുള്ള ഒരു സ്ഥലം നോക്കും. ആൺകുട്ടിയാണോ അതിനോട് എവിടെ വരുമ്പോൾ നോ പ്രോബ്ലം. അപ്പോൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ആ കോഴ്സ് സെലക്ഷൻ തെറ്റിപ്പോയാൽ കുട്ടിയുടെ ജീവിതത്തിൽ 3 കൊല്ലം പാഴായിരിക്കും. ഈ ഡിഗ്രി പാസ്സായിട്ട് കുട്ടി വഴിതിരിഞ്ഞ് ഓരോ കുട്ടിക്ക് അടുത്ത കോഴ്സ് പാടായിട്ട്. അപ്പോൾ ഈ കോളേജിൽ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, അത് തീരുമാനിക്കാം. മനീഷയുടെ സഹായം. മനീഷ അത് കംപ്ലീറ്റ് അയച്ചു കൊടുക്കണം. ഇനി ഡിഗ്രി പഠിക്കാൻ കോളേജിൽ പോകണോ? വേണ്ട. നമ്മുടെ കാലത്ത് ഡിഗ്രി പഠിക്കാൻ കോളേജിൽ പോകണം. ഇപ്പോൾ വീട്ടിലിരുന്ന് എടുക്കാവുന്ന 495 ഡിഗ്രിയാണ്, 495 ഡിഗ്രീസ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന 190 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 190 യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിൽ ഏതൊക്കെയാണ് പ്രൈവറ്റായി വീട്ടിൽ നിൽക്കാവുന്ന ഡിഗ്രികൾ? ഇത് പറഞ്ഞു. എൻ്റെ അപ്പൻ അനിയൻ ആന്ധ്രയിലെ DIG-യാണ്. ഒരിക്കൽ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി വലിയ ഭാഗ്യതയല്ലേ അമ്മച്ചി, ചെറുപ്രായത്തിൽ തന്നെ 18 വയസ്സായിട്ട് കല്യാണം, ഭർത്താവ് DIG, ഇഷ്ടംപോലെ സ്വത്തുള്ള കുടുംബം. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, പൊന്നു മോനെ ഇതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കൊരു വലിയ ദുഃഖമുണ്ട്. എനിക്ക് കോളേജിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് പാപ്പനൊക്കെ കെട്ടിച്ചാൽ എനിക്കൊരു ഡിഗ്രി ഇല്ല മോനെ. ഭയങ്കര സങ്കടം. നമ്മൾ ഇത്രയുള്ള കുറച്ചുള്ള സങ്കടം പരിഹരിച്ചിട്ടതാണ്. ഞാൻ അവിടെ തന്നെ കയറി ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, അവിടെ തന്നെ യൂണിവേഴ്സിറ്റി പ്രൈവറ്റായിട്ട് അമ്മച്ചേക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ 4ാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒരാളിന് 25 വയസ്സ് കഴിഞ്ഞാൽ നേരിട്ട് ഡിഗ്രി എഴുതാം. 35 വയസ്സ് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പോലും പോകാത്ത ആളാണോ ഈ MA-ക്ക് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ അമ്മച്ചയിലറിയാമോ, അമ്മച്ചി നേരെ BA ഹിസ്റ്ററി രജിസ്റ്റർ ചെയ്യും. എഴുതി അതിന് കംപ്ലീറ്റ് നോട്ടും സിലബസും ഒക്കെ അണ്ടോട്ട് കൈ കൊടുത്തു. ഞാൻ അമ്മച്ചി ഇത് വായിക്കി എന്ത് സംശയം എന്നെ ഫോണിൽ വിളിച്ചാൽ ഞാൻ പറഞ്ഞതാണ്. 3 വർഷം കഴിഞ്ഞ് അമ്മച്ചി അടിച്ച് പറത്തി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ തേർഡ് ഇയറും പാസ്സായി. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൈ കിട്ടി. അമ്മച്ചി അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്.
നമുക്ക് ആ 7 ഡിഗ്രി ഉള്ളത് ഗുണം പറഞ്ഞൂടാ. ഈ ഡിഗ്രി ഇല്ലാത്ത അമ്മച്ചിക്ക് ഡിഗ്രി കിട്ടിയ എന്തോ സ്വന്തത്തിൽ നിന്ന് അറിയുന്നത് കൊച്ചങ്ങളുടെ സന്തോഷം. ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഏതാർക്കും ഡിഗ്രി എടുക്കാം, ഒരു കോളേജിൽ പോണ്ട, ഒരു ഫീസ് വേണ്ട, പരീക്ഷാ ഫീസ് മാത്രം അടച്ചാൽ അത് പെൺകുട്ടികൾക്ക് ഫീസും ഇല്ല, വീട്ടിൽ ഡിഗ്രി എടുക്കാം. എൻ്റെ 8 ഡിഗ്രിയിൽ 7 പ്രൈവറ്റാണ്. BSc കെമിസ്ട്രി മാത്രമേ കോളേജിൽ പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചുമ്മാ വീട്ടിൽ നിന്ന് പരീക്ഷ പാസ്സാവാൻ. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ? ഈ 490 ഡിഗ്രി എന്തൊക്കെയാണ്? അത് എവിടെ നിന്ന് പഠിക്കാം? അതിൽ പ്രൊഫഷണൽ കോഴ്സ് എത്ര, പ്രൊഫഷണൽ അല്ലാത്ത കോഴ്സ് എത്ര? അത് പഠിച്ചു കഴിഞ്ഞാൽ ആളിന് ഡിഗ്രി എടുത്തിട്ട് അന്തസ്സായിട്ടിരിക്കാം. സിദ്ധാന്തം പഠിച്ച് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാം. ആയുർവേദം പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാം. LLB പഠിച്ചാൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാം, വീട്ടിൽ നിന്ന് LLB പഠിക്കാം, എങ്ങും പോണ്ട. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് ഡിഗ്രി എന്തൊക്കെയാണ് കുട്ടിക്ക് പറഞ്ഞു വിടണം. ഇനി അതുപോലെയാണ് സ്കോളർഷിപ്പ്. ഡിഗ്രി പഠിക്കാൻ നേരത്തേക്ക് സ്കോളർഷിപ്പിൻ്റെ അളവ് മാറുകയാണ്. നിങ്ങൾ കഴിഞ്ഞ മാസം പത്രത്തിൽ വായിച്ചില്ലേ, ഇടുക്കിയിലെ മീൻമേട്ടിലെ പെൺകുട്ടിക്ക് 20 കോടി രൂപ സ്കോളർഷിപ്പ്, കോളേജ് ലണ്ടൻ സ്കോളർഷിപ്പ്. കഴിഞ്ഞ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, കോളേജിൽ ഒരു പെൺകുട്ടിക്ക് 1,61,00,000 രൂപ സ്കോളർഷിപ്പ്. എനിക്ക് കോളേജിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അടുത്ത പ്രസംഗം വൈകിട്ട് തിരുവല്ലായി. അപ്പോൾ ഇടയ്ക്ക് 2.5 മണിക്കൂർ ഗ്യാപ്പ്. ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പോയി. എന്നെ കണ്ടോട്ടെ പിള്ളേർ പറഞ്ഞു, എൻ്റെ ചായനെ കാണാനിരിക്കാതെ എൻ്റെ മോക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞെടുക്ക ചായ. ഞാൻ പെട്ടെന്ന് വീട്ടിൽ സ്കോളർഷിപ്പ് പറഞ്ഞു 2 മണിക്കൂർ സമയമുണ്ടല്ലോ. പെൺകൊച്ചിന് ആഴ്ച പഠിച്ച് 1,60,00,000 രൂപ സ്കോളർഷിപ്പ് കൂട്ടിയിട്ട് ഈ പെൺകുട്ടി അപ്പുറം എന്നെ വിളിച്ചു, പൊന്നാച്ചായ 10 ലക്ഷം തന്നെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മോക്ക് 1,60,00,000 രൂപ സ്കോളർഷിപ്പ്. കേംബ്രിഡ്ജിൻ്റെ സ്കോളർഷിപ്പ് 2.5 കോടി രൂപ, ഹാർവാർഡിൻ്റെ സ്കോളർഷിപ്പ് 5 കോടി രൂപ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപ. ഇങ്ങനെയാണ് സ്കോളർഷിപ്പ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന 83 സ്കോളർഷിപ്പ് എത്ര ലക്ഷം രൂപയാണ്. ഇതെല്ലാം ഞാൻ അയച്ചത് മനീഷയ്ക്ക് അയച്ചതുണ്ട്. നിങ്ങൾ മനീഷയുടെ അംഗങ്ങൾക്ക് ഈ 83 സ്കോളർഷിപ്പ് കൊണ്ട് അയച്ചിട്ടുണ്ട്. അവരുടെ മക്കൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത്, ഏത് രാജ്യം കൊണ്ട് ഏതാണ് പഠിക്കേണ്ടത്, കംപ്ലീറ്റ് പണി. ഇനി ഞാൻ തന്നെ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്ത സ്ഥാപനം സാൻഡാണ് പഠിക്കാം. 700 യൂണിവേഴ്സിറ്റി, ലോകത്തിലെ 48 രാജ്യങ്ങളിലുള്ള 700 യൂണിവേഴ്സിറ്റി 5,500 ഡിഗ്രികൾ പഠിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ എൻ്റെ കംപ്ലീറ്റ് സാനാമണിക്കയുടെ 700 യൂണിവേഴ്സിറ്റി ലിസ്റ്റും ആ കോഴ്സുകളും എല്ലാം അയച്ചു തന്നിട്ടുണ്ട് മനീഷയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ ഒരു കുട്ടിക്ക് വിദേശത്ത് പഠിക്കണം, ഇതങ്ങോട്ട് കൊടുക്കുക. കുട്ടി ആ 83 സ്കോളർഷിപ്പിൽ ഏതാഴ്ചയൊക്കെ നമുക്ക് നോക്കാം. ഈ 740 രാജ്യങ്ങളിൽ 700 യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം കുട്ടി പിക്കപ്പ് ചെയ്തിട്ട് പഠിക്കുക, സുഖമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന വളരെ പ്രധാനമാണ്. എൻ്റെ 3 പെൺമക്കൾ, 1ാമത്തെ മോളും 3ാമത്തെ മോളും വിദേശത്ത് പോകാൻ പറ്റില്ല. 2ാമത്തെ മോളും ഞാൻ വിദേശത്ത് പഠിക്കുന്നത്. ആ മോളെ ഞാൻ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിട്ട് MBA എടുപ്പിച്ചത്. മറ്റേ 2 വിദേശത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ മകൾക്കുള്ള ഇൻട്രസ്റ്റ് അല്ല, കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് സ്കോളർഷിപ്പ് ഫിക്സ് ചെയ്യണം. ഏത് രാജ്യത്ത് പഠിക്കണം തീരുമാനിക്കണം. ആ 48 രാജ്യവും 700 യൂണിവേഴ്സിറ്റിയും ഡിഗ്രിയുടെ ലിസ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട്. മനീഷ കമ്മിറ്റി കൂടിയിട്ട് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ബെനിഫിറ്റ് നമുക്ക് കൊടുക്കണം. കുട്ടിയും അപ്പനൊക്കെ ഇവിടെ ഇരുന്നിട്ട് അതിലേതാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഉലകമേ തറവാണ്, എവിടെ വേണേൽ പോയി പഠിക്കാം. ഇന്ന് വളരെ ശ്രദ്ധേയമായ നമ്മുടെ കുട്ടികൾക്ക് ശ്രദ്ധേയമായ ചില പരീക്ഷകൾ നമ്മൾ ലക്ഷ്യമിടാൻ പറ്റുമോ എന്ന് നോക്കണം. ഒന്ന്, UNOയുടെ പരീക്ഷ. അപ്പോൾ മുരളി തുമ്മാരോടി ഇപ്പോൾ അവൻ്റെ നമ്മുടെ ഡിസാസ്റ്ററിലിരിക്കുന്ന തലവനാണ്, നമ്മുടെ അങ്കമാലിക്കാരനാണ് മുരളി തുമ്മാരോട് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ വീട്ടൊക്കെ എടുത്തിട്ട് പോയി. പുള്ളിപ്പം 1 കോടി രൂപ ശമ്പളത്തിരിക്കാം. പുള്ളിയുടെ ലേഖനം ഞാൻ കഴിച്ചിരുന്നു, മനീഷയ്ക്ക് അയച്ചിരുന്നുണ്ട്. അപ്പോൾ UNOയിൽ പോയി 5 ലക്ഷത്തോളം 1 കോടി ശമ്പളം വരണം ആരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കുട്ടികളെ തിരിച്ചു പോകും. 2ാമത്തേത് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ, 27 സർവീസ്, IAS, IPS, IFS 3 ക്ലാസ് 1 സർവീസാണ്. പിന്നെ സ്പെഷ്യൽ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. പിന്നെ സെൻട്രൽസ് ഗ്രൂപ്പ് A 17 എണ്ണം, പിന്നെ സെൻട്രൽസ് ഗ്രൂപ്പ് B ഒരു 7 എണ്ണം. എല്ലാം 27 പരീക്ഷ, 27 സർവീസിന് ഒറ്റ പരീക്ഷ. ഇനി അതിൻ്റെ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സായാൽ എഴുതാവുന്ന വേറൊരു പരീക്ഷയുണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വനത്തിൻ്റെ സർവീസ്.
അപ്പോൾ 28 സർവീസുകളെ പറ്റി കുട്ടികൾക്ക് വിവരം കൊടുക്കും. കുട്ടിക്ക് വിവരം കൊടുത്തിട്ട് അതിൻ്റെ സിലബസും അതിൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റും ഒക്കെ ഞാൻ മനുഷ്യക്ക് അയച്ചിട്ടുണ്ട്. ആ വിവരം കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടിയെ നോക്കിയിട്ട് എന്നെ കൊണ്ടിത് പറ്റുമെന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടിയെ ജനറൽ ക്രൗഡിൽ നിന്ന് മാറ്റണം. ബാക്കിയുള്ള കുട്ടികൾ ജനറലി പഠിക്കുന്ന ക്രൗഡിൽ നിന്ന് മാറ്റിയിട്ട് സ്പെഷ്യലായിട്ട് ആ കുട്ടിയെ കോച്ച് ചെയ്യണം. IAS പരീക്ഷ പാസ്സാവാം, അല്ലെങ്കിൽ UN സിവിൽ സർവീസ് പാസ്സാവാൻ സ്പെഷ്യലായിട്ട് കോച്ച് ചെയ്യണം. പിന്നെ ഹൈസ്കൂളിൽ വെച്ച് കുട്ടിയെ വഴിതിരിച്ച് വിടുമ്പോൾ കുട്ടി പോകുന്ന വഴിയിലുള്ള സബ്സിക്വൻ്റ് സംഗതി പറഞ്ഞോളൂ. കുട്ടിക്ക് ഡോക്ടറാവാം, ശരി, കുട്ടിയെ MBBS പഠിപ്പിക്കുന്നു, പാസ്സാകും. MBBS പാസ്സായി കഴിഞ്ഞാൽ കുട്ടിക്ക് MD എടുത്ത് സ്പെഷ്യലൈസ് ചെയ്യാം, DM എടുക്കാം. കുട്ടിക്ക് MBBS ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ മെഡിക്കൽ സർവീസുണ്ട്, 8 സർവീസാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ IAS തുല്യമാണ്, കളക്ടർക്ക് തുല്യമാണ്. മിലിറ്ററി മെഡിക്കൽ സർവീസാണ്, റെയിൽവേ മെഡിക്കൽ സർവീസോ ഉൾപ്പെടെ 8 സർവീസ്. അതിനോട് കയറിയാൽ ക്ലാസ് 1 ഓഫീസറാണ്, ഡോക്ടറാണ്, ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാം. ആ കുട്ടിക്ക് പിൽക്കാലത്ത് നാഷണൽ ലബോറട്ടറീസിൻ്റെ ചെയർമാനാവാം. ആ കുട്ടിക്ക് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാവാം. ഇനി കുട്ടിക്ക് ബിടെക് എടുക്കണം, ശരി, ബിടെക് എടുത്തോ. ബിടെക് എടുത്താൽ ആ കുട്ടിക്ക് MTech പോയിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ലെക്ചറാവാം. ലോകത്തിലെ എല്ലാ ഭാഗത്തും MTech ഭയങ്കര ഷോർട്ടേജാണ്. ആഫ്രിക്കയിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 95% മലയാളി ആണ് MTech പഠിച്ചിട്ട് അവിടെ ലെക്ചറായിട്ട് പോകണം. എൻ്റെ ഒരു കസിനാണ് സൗത്ത് ആഫ്രിക്കയിൽ ജോഹാനസ്ബർഗ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ. പുള്ളി പറയുന്നത് ജോഹാനസ്ബർഗിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചിങ് സ്റ്റാഫിൽ 96% മലയാളികളാണ്. മലയാളികളല്ലാത്ത 4% പേരാണ്. ഭയങ്കര സ്കോപ്പാണ്. ഇനി എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കുട്ടിയെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ മത്സരിക്കുക. 48 ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുണ്ട്. മെട്രോ ശ്രീധരൻ 23 വയസ്സിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പാസ്സായി. അദ്ദേഹം ഡൽഹി മെട്രോ പണിയും, ബാംഗ്ലൂർ മെട്രോ പണിയും. റിട്ടയർ വീട്ടിൽ പോയാൽ നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. എന്തിനാണ്? നമ്മുടെ കൊച്ചിൻ മെട്രോ പണിയാണ്. പാമ്പൻ പാലം അദ്ദേഹം പണിഞ്ഞാണ്. അപ്പോൾ അത് പുതുക്കി പുതിയ പാലം വരുന്നത് കൂടുതൽ അദ്ദേഹം പണിഞ്ഞാണ്. വലിയ വലിയ കൺസ്ട്രക്ഷൻ വർക്കിന് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പാസ്സാകാൻ പറ്റും. ഈ ബിടെക് എടുത്തൊരു കുട്ടിക്ക് UNOയിൽ 2 സർവീസ് കിട്ടും. UN എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്, UN ഡിസാസ്റ്റർ സർവീസ് ഉണ്ട്. ആ 2 സർവീസ് തിരിച്ചു പോകാൻ പറ്റും. ഇനി ബിടെക് എടുത്തൊരു കുട്ടിക്ക് സയൻറ്റിസ്റ്റ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ നേരെ IITക്ക് പോവാം. ഡിഗ്രി കഴിഞ്ഞിട്ട് ISROയിൽ ശാസ്ത്രജ്ഞനാവാം, ISROയിൽ ശാസ്ത്രജ്ഞനാവാം. ഡിഗ്രിക്ക് ബിടെക്കിന് പഠിക്കുമ്പോൾ നാഷണൽ സയൻസ് എഞ്ചിനീയറിംഗ് സയൻറ്റിസ്റ്റ് പരീക്ഷ ഉണ്ട്. കേംബ്രിഡ്ജിലെ യൂണിവേഴ്സിറ്റിയുടെ സയൻറ്റിസ്റ്റ് പരീക്ഷ ഉണ്ട്. അത് പാസ്സാകും, അങ്ങോട്ട് പോകാം. അപ്പോൾ കുട്ടി ബിടെക്കിന് തിരിയുമ്പോൾ തന്നെ കുട്ടിക്ക് വഴിതിരിയാനുള്ള മാർക്ക് പറഞ്ഞെടുക്കണം. പിന്നെ ശാസ്ത്ര വിഷയം ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതാൻ പറ്റുള്ളൂ. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫോറസ്ട്രി, നമ്മുടെ അഗ്രികൾച്ചർ, മറൈൻ ബയോളജി, ഇങ്ങനെ ശാസ്ത്ര വിഷയങ്ങൾ ഡിഗ്രി എടുക്കാം. അപ്പം IAS പഠിക്കാം, അത് കഴിഞ്ഞ് ഫോറസ്റ്റ് സർവീസിന് മത്സരിക്കാം. അപ്പം അങ്ങനെ ബിടെക് പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ്? പിന്നെ സാധാരണ സയൻറ്റിസ്റ്റ് ആവുന്ന മാർഗം എന്താണ്? അത് പറഞ്ഞോളൂ. ജീവിക്കുന്ന കാലത്ത് പഠിക്കാൻ പറ്റും. ഞാൻ തൃശ്ശൂരിലെ അക്കാഡമിയുടെ ഡയറക്ടറാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഒരു പയ്യൻ എനിക്ക് തോന്നുന്നു, സാറേ ഞാൻ ബിടെക് പാസ്സായതൊക്കെ ജോലിയൊന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം നിൻ്റേതായ ഒരു ജോലി കിട്ടി. അത് വെച്ചാൽ അതെങ്ങനെയാണ് സാറേ? ഞാൻ പറഞ്ഞ ഇവിടെ കവുങ്ങിൻ്റെ പാള ഇഷ്ടം പറഞ്ഞാണ്, വേസ്റ്റ് പ്രോഡക്റ്റ്. ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പ്ലാസ്റ്റിക് നിരോധിച്ചിരുന്നു. അങ്ങോട്ട് നമുക്കിത് കയറ്റി അയക്കാമോ? പയ്യനത് കൊണ്ട് ഇൻട്രസ്റ്റായി. അപ്പോൾ പാള 2 രൂപയ്ക്ക് പാള വാങ്ങിച്ചിട്ട് ഈ നമ്മുടെ ചോറ് കഴിക്കാൻ ചോറ് 5 കറിയും മുളകുന്ന സ്റ്റീൽ പാത്രമില്ലേ, അതേ മോഡലിൻ്റെ യന്ത്രത്തിനകത്ത് കയറ്റി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റാണ്. ആ പ്ലേറ്റ് ഇത് ബയോഡിഗ്രേഡബിൾ ആണെന്ന് ജർമ്മനിയിലെ അംബാസഡർ ഞാൻ സംഘടിപ്പിച്ചു, അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇപ്പോൾ യൂറോപ്പിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കവുങ്ങിൻ്റെ പാലയുടെ പ്ലേറ്റാണ്. അപ്പോൾ അവർക്ക് ആഹാരം കഴിച്ചിട്ട് വേസ്റ്റ് പ്രോഡക്റ്റാണ് പ്രകൃതിയുമായി ലേറ്റ് ചെയ്യാമോ? അപ്പോൾ പ്ലാസ്റ്റിക് നിരോധനത്തിന് പകരമാണ്. ഞാൻ കഴിഞ്ഞ മാസം തൃശ്ശൂർ പ്രോഗ്രാം ഈ പയ്യൻ വന്നു. നിങ്ങൾ എങ്ങോട്ടാണ് എൻ്റെ ബിസിനസ്? സാറേ 15 കോടി മിച്ചമുണ്ട് സാറേ. ഞാൻ 12 കൊല്ലം 15 കോടി മിച്ചമുണ്ടായി. ഇവിടെ ആർക്കും വേണ്ടാത്ത ഗവൺമെൻറ് പാടാണ്. അവനത് കൊണ്ട് കോടീശ്വരനായി. ഒരു മദ്രാസ് ഭയങ്കര ജലക്ഷാണ്. 60 കിലോമീറ്റർ ലോറി വെള്ളം കൊണ്ടുവന്ന് മദ്രാസ് പട്ടണത്തിൽ വെള്ളം കൊടുത്തുണ്ട്. ചീഫ് സെക്രട്ടറി ഇപ്പോൾ റോഡിൽ വന്നിട്ട് മദ്രാസിലൊരു MTech ജോലിയിലായിരിക്കും. അവനൊരു കിയോസ്ക് ഡെവലപ്പ് ചെയ്തു. കിയോസ്ക് എന്ത് ചെയ്തു?
അന്തരീക്ഷത്തിൽ നീരാവി വലിച്ചെടുത്ത ശേഷം കിയോസ്ക് 12 ലിറ്റർ വെള്ളമാക്കി താഴെ കൊണ്ടുവരും. അപ്പം കുടിവെള്ളം പാചകത്തിനെല്ലാം ഈ വെള്ളം ഉപയോഗിക്കാം. അപ്പോൾ അന്തരീക്ഷത്തിൽ നീരാവി വെള്ളമാക്കാൻ എത്ര നോക്കേണ്ട നമുക്കറിയാം. ജയലളിതയായിരുന്നു പ്രധാന മുഖ്യമന്ത്രി. അവിടെ നിന്നറിയാം 10,000 കിയോസ്കിന് ഓർഡർ ചെയ്യും. എല്ലാ സർക്കാർ ഓഫീസിലും ഓരോ കിയോസ്ക്. അപ്പോൾ ഇതൊരു സെക്രട്ടറിയേറ്റിലും എല്ലാ ഓഫീസിലും കിയോസ്ക് നേരം 12 ലിറ്ററുകളുണ്ട്. അവിടുത്തെ എല്ലാ സ്റ്റാഫിനും കുടിക്കാൻ വെള്ളം കിട്ടും, പാചകം ചെയ്യാൻ വെള്ളം കിട്ടും. സുഖം പരിപാടി. പ്രധാന നരേന്ദ്രമോദി എന്നറിയാം 50,000 കിയോസ്ക് ഓർഡർ ചെയ്തു. രാജസ്ഥാൻ ഉൾപ്പെടെ മരുഭൂമിയിലും വരൾച്ച സ്ഥലങ്ങളായിട്ട്. ഇപ്പോൾ ജോലിയില്ലാന്ന ആ പയ്യനുണ്ടല്ലോ 2,500 കോടിയുടെ ഓഫീസ് 2,500 കോടി. അപ്പോൾ മനുഷ്യർ അംഗങ്ങളായിട്ടുള്ള കുട്ടി ജീനിയസാണ്. ആ കുട്ടിക്ക് കണ്ടുപിടി നടത്താൻ കഴിവുണ്ട്. ആ കുട്ടിക്ക് ഈ പോസിബിലിറ്റീസ് എല്ലാം പറഞ്ഞു. ആ പോസിബിലിറ്റി കുട്ടി ആ ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി പേരിലുള്ള ലോകാവസാനം വരെ അവൻ്റെ പേരിൽ ഓർക്കുന്നില്ല. ഈ സാധനം കണ്ടുപിടിച്ചാൽ പിന്നെ ആരാണ്. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുട്ടിക്ക് അത് തിരിച്ചു കൊടുക്കണം. ഇനി 12 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നശിക്കാനുള്ള എല്ലാ പരിപാടിയും പഠിക്കുന്നത്. അതിനാണ് ടീൻസ് എന്ന് ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നത്. 13, 14, 15, 16, 17, 18, 19. ആ 6 വർഷം ഒരു മനുഷ്യൻ ജീവിതത്തിൽ നശിക്കാനുള്ള എല്ലാ സാധനവും പഠിപ്പിക്കുന്ന അവിടെയാണ്. ആ 6 വർഷം അവൻ വഴിതെറ്റിപ്പോയാൽ ആ കുട്ടി എന്നേക്കുമായി നശിച്ചു. എന്തൊക്കെയാണ് ആ സമയത്ത് കിട്ടുന്ന ലഹരികൾ? ഒന്ന്, ബീഡി വലി, സിഗരറ്റ് വലി. ലോകത്തെങ്ങും ഈ സാധനം ഉണ്ടായിരുന്നില്ല. സ്പാനിഷുകാർ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ റെഡിറ്റേക്കാരുടെ ഒന്നും ഇങ്ങനെ പിടിക്കുന്നു. ഈ ടുബാക്കോ അവിടെ മാത്രമല്ല, ഇങ്ങനെ പുകച്ച രസിക്കുക. സായിപ്പത് വലിച്ചൊക്കെ അവന് വിളിച്ചുക. അവിടെ നിന്നറിയാം ടുബാക്കോ ഒന്ന് സ്പാനിഷുകാർ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ജപ്പാനിലും കൊണ്ട് കൊടുത്തു. ജപ്പാനെ കൊടുത്ത പുകയിലാണ്, ജാപ്പാണ് പുകയില്ല, മറ്റത് ഇന്ത്യയിലെ പുകയില്ല. അതുപോലെ നമ്മുടെ വെറ്റിലെ ചുണ്ണാമ്പ് എല്ലാം വെച്ച് മുറുക്കിയിരുന്നു. യുവമാർ കൊണ്ടുവന്നിട്ട് പറഞ്ഞു വെറ്റിലെ കൂടെ എന്നെ കൂടെ കയറ്റി മുറുക്കിനാണ്. അപ്പോൾ അത് വെറ്റി ആകെ പരിപാടിയായി. സന്യാസം മര്യാദയ്ക്ക് സന്യസിച്ചു വരുന്നതാണ്. അവൻ്റെ കയ്യിൽ കൊടുത്ത് ഈറ്റുപോകോ. ഇപ്പോൾ ത്രിവേണി സംഘം ചെന്നാലും അഗോറി മുസ്ലിംസ് ബുംബും ഇങ്ങനെ പുറച്ചോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി നിലയിൽ കുറച്ച് സേർപ്പിച്ചാൽ കുട്ടി അബദ്ധത്തിന് സിഗരറ്റ് വലിയിൽ കയറിയാൽ കുട്ടിയുടെ ലങ്സും പോയി, തലച്ചോറും പോയി, കുട്ടി നാശത്തിലേക്ക് പോവുകയാണ്. പുകവലിക്കാത്ത പലരുടെയും പോസ്റ്റ്മോർട്ടം നടത്തി ഞാൻ കാണാറുണ്ട്. ഇങ്ങനെ മുറിച്ച് ലങ്സിലോട്ട് കയറുന്നുണ്ടല്ലോ, നമ്മുടെ ചിമ്മിനിക്കകത്ത് പുക ഇങ്ങനെ പറ്റിയിരിക്കുന്ന ചിമ്മിനി ഉണ്ടല്ലോ, അതുപോലെ അതിൻ്റെ ലങ്സ് ഇരിക്കുന്നത് ഈ പുക ഇങ്ങനെ പിടിച്ച് കാർബൺ പാർട്ടിക്കിൾസൊക്കെ ഈ ലങ്സ് പിടിച്ചിരിക്കുകയാണ്. കഷ്ടം. രണ്ടാമത് കുട്ടികളുടെ ലഹരിയിലേക്ക് പോകും. മദ്യപാനം. പണ്ട് ഷാപ്പിൽ പോയി വീട്ടിൽ കുടിക്കാൻ പറ്റില്ല. ഷാപ്പിൽ പോയി മദ്യം വാങ്ങി ചെന്നാൽ അപ്പൻ്റെ കൂട്ടുകാരെല്ലാം ഷാപ്പിലുണ്ടാവും. വീട്ടിൽ വന്ന് അപ്പനോട് പറയാം അപ്പനാണ് ഈ പാഴ്സൽ. ഇപ്പോൾ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ കോളേജിൽ മില്ലി എന്നൊരു സാധനം 100 ml സാധനം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിൽ മുടി പിടിച്ചിട്ട് കളച്ചാൽ കുട്ടി 8ാം ക്ലാസ് തൊട്ട് മദ്യപാനം പഠിച്ചു. മദ്യപാനം പഠിച്ചു കഴിഞ്ഞാൽ തലച്ചോറിന് കേടാവും, വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, പല രീതിയിലാണ് അപകടം. പിന്നെ അതിൽ ഭയങ്കര അപകടം എന്ന് പറഞ്ഞാൽ കുടുംബം കുത്തുവാളയെടുത്ത് നമ്മൾ ഈ കേരളത്തിൽ നടപ്പാക്കിയ ഏറ്റവും തെറ്റായ ഒരു കാര്യമുണ്ട്, ചാരായ നിരോധനം. പണ്ട് ചാരായ പായ്പായിരുന്നു 32,000 പേരോട് ജീവിച്ചിരുന്നു. ആ ചാരായം കുടിച്ചാൽ 800 രൂപ ശമ്പളം ഒരു ദിവസം കൂലി കിട്ടിയാൽ 100 രൂപയ്ക്ക് ചാരായ അടിച്ചാൽ തല റിസ്ക്കാവാൻ ബാക്കി 700 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാരായം കൊണ്ട് നിരോധിച്ചിട്ട് മൾട്ടിനാഷണൽ കമ്പനിയുടെ ബ്രൂവറീസിന് കേരളം മുഴുവൻ വിറ്റു. അവന്മാരുടെ സാധനം കൊണ്ടെന്ന് അറിയാം 800 രൂപ കൂലി കിട്ടുന്നതിന് 600 രൂപ ചിലവൊക്കെ തലയ്ക്ക് പിടിക്കുള്ളൂ. ബാക്കി 200 രൂപ കൊണ്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളെല്ലാം നശിച്ചു പോയി ഈ ചാരായ നിരോധനം ഒറ്റ സാധനം നടപ്പാക്കിയ ഞാൻ വലിയ സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ആഫ്റ്റർ പിന്നീട് മനസ്സിലായി. അന്ന് ഞാൻ വരച്ച് ചാരായ നിരോധിച്ച് പറ്റിയൊരു നല്ല കാര്യമാണ്. അപ്പോൾ ബ്രൂവറീസ് കൊടുത്തു നാശിച്ച് നടക്കല. അങ്ങനെ മദ്യപാനം കൂട്ടി പഠിക്കും. മൂന്നാമത്തെ എന്താണ്? കഞ്ചാവ്. പണ്ട് കഞ്ചാവ് പോലത്തെ അത് 2 സാധനം ഉണ്ടാക്കാം. ഇപ്പോൾ അത് ബ്രൗൺ ഷുഗറായി, പിന്നെ പല പല പ്രോഡക്റ്റായി. സാധനങ്ങളുടെ ആശാൻ പറഞ്ഞാൽ ഉഗ്രം പേരുകളാണ് MD, MA ഭയങ്കര കൂടുതലായിരുന്നു. ഇതിലൊരു കുട്ടി പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതവും പോയി, അവരുടെ കുടുംബവും നശിച്ച് നാറണക്കല്ലായി. ഞാൻ മോറൻ സ്കോളർ ലെക്ചർ ഒരു ദിവസം ക്ലാസ്സിലെല്ലാം കഴിഞ്ഞാൽ സ്റ്റാഫുകൾ വന്നപ്പോൾ ക്യാൻറ്റീൻ മുമ്പിൽ കുട്ടി നിന്ന് കഴുത്തിൽ ഇരിക്കുന്നു.
എന്താണ് പറ്റിയ സാറേ എൻ്റെ തലയോടെ വെച്ച് പൊറിഞ്ഞ് ആകാശത്തോടെ ആകാശം നോക്കാണ് തല പോലെ നോക്കാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഉള്ളിൽ പോയി സാധനം എന്താണ്. ഞാൻ ആ പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന് മാസങ്ങളോളം അവനെ ട്യൂട്ടർ ചെയ്ത് പതുക്കെ പതുക്കെ അവനെ കഞ്ചാവിൽ പുറത്തു വന്നു. ഞാൻ IG ആയി ചീഫ് മിനിസ്റ്ററിൻ്റെ കോൺഫറൻസ് നോക്കി ഞാൻ മുഖ്യമന്ത്രി ഓഫീസറോട് കയറി സ്റ്റെപ്പ് വെച്ചാൽ സാറെന്ന് വിളിയല്ല. ഞാൻ തിരിഞ്ഞു ഒരു ഓഫീസർ ഓടിയെന്ന് സാറേ എന്നൊക്കെ എന്നെ ഓർമ്മ വെച്ചു. ഞാൻ സൂക്ഷിച്ച് നോക്കി. ഞാൻ പണ്ട് തല ആകാശത്തോടെ കയ്യിലല്ലേ ഞാൻ പറഞ്ഞു അതേന്നു സാറിനെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ മര്യാദ പഠിച്ചോണ്ട് സെക്രട്ടേറിയറ്റിലെ സാറിക്കാൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആയ സാറിനെ ഞാൻ രക്ഷിച്ചില്ല. ജീവിതം കൊണ്ട് പാഴായപ്പോൾ ഈ ഓഫീസർ എന്നോട് പറയാം. അപ്പോൾ ഇങ്ങനെ ജീവിതം കൊണ്ട് നശിച്ചോ കഞ്ചാവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് വല്ലാത്ത പ്രശ്നങ്ങളാണ്. നാലാമത്തെ ലഹരി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. 2 പേരോട് സ്കൂട്ടറിലോട്ട് കയറി 125 കിലോമീറ്റർ ഒരൊറ്റ വെടിയില്ല. നമ്മൾ ഇത്രയും വീടുകൾ കാല് നടക്കാൻ പഠിച്ചത് ഒരു കൊല്ലം കൊണ്ടാണ്. നമ്മുടെ കാലിൽ നിൽക്കുന്ന പകുതിയുള്ളൂ ഈ സ്കൂട്ടറിൻ്റെ വീലിൻ്റെ അടിഭാഗം. ഇവിടെ ബാലൻസ് ചെയ്ത് ഒരു രക്ഷയും. തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ ഡിവൈസ് ഉണ്ടായി. ആണ് പെണ്ണോട്ട് ആകെ ഒരു മോനെ അവന് സ്കൂട്ടർ കൊണ്ടുവന്നു. ഞാൻ പെണ്ണു പോയി വാങ്ങിച്ചു കൊടുക്കല് 18-20 വയസ്സ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ കോളേജിൽ നോക്കി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം സാറേ എൻ്റെ ഭാര്യയും കൂടെ ഭയം വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാറേ 2-3 മാസം കഴിഞ്ഞ് ഞാൻ പട്ടം പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസർ പെട്ടിട്ട് റോഡ് ജനക്കൂട്ടം. ഞാൻ വണ്ടെടുത്ത് ഡ്രൈവറോട് പോയി നോക്കട്ടെ എന്താ സാറേ ഒരു പയ്യൻ KSRTC അടിയിൽ കിടക്കുന്നു. ഞാൻ നിർമ്മിച്ച് നോക്കുമ്പോൾ ഈ ഡിവൈസ് കൂടെ മകനാണ്. ഞാൻ മടിയിൽ ലാളിച്ച ആ പയ്യൻ വണ്ടിയുടെ അടിയിൽ 5 കഷ്ണമായിട്ട് കിടക്കുക. ഒറ്റ കൊണ്ട് ആൺമണ്ണോട് കുട്ടിയുള്ളത്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വന്നു. ജീവിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുണ്ടല്ലോ വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു. ഉള്ളൂർ വെച്ചിട്ട് വണ്ടി അടിക്കറി ആൺമണ്ണോട് ഒരു 3 ഒറ്റ കുട്ടി ഉണ്ടായിരുന്നു ആ വൈസ് ചാൻസലർ മരിച്ചു വരും. അപ്പോൾ ഈ സ്പീഡ് ഭയങ്കര സംഭവം. അത് ട്രാഫിക് പോലീസ് അറിയാം. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. കേരളത്തിൽ നിന്ന് ഒരു ആണ്ടിൽ തന്നെ 4000-ഓളം മുതൽ മരിക്കുക ഈ ഓവർ സ്പീഡിങ്ങുള്ള ആക്സിഡൻസ്. 5-മത്തത് പ്രേമം. പണ്ട് പ്രേമിക്കണമെങ്കിൽ ഇച്ചിരി പാടായിരുന്നു. പ്രേമലേഖനം എഴുതി നളൻ പ്രേമലേഖനം എഴുതി പട്ടാളക്കാരൻ്റെ കൊടുത്ത് 150 കിലോമീറ്റർ യാത്ര ധർമ്മേന്ദ്ര കൊട്ടാരത്തിൽ ചെന്ന് ദമയന്തിയുടെ പട്ടാളക്കാരനെ ചവൻ പോലീസിന് ദമയന്തിയുടെ തോഴി കൊടുത്ത് തോഴികളിൽ നിന്ന് ദമയന്തി കൊടുക്കും. അപ്പോഴത്തേക്ക് ഒരു 1.5 മാസം മെനക്കെടങ്ങി പ്രേമലേഖനം കിട്ടണം. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. അരയണത്തിൻ്റെ കാലെ കെട്ടിവിട്ട് പകുതി അരയണം കൊണ്ട് കൊടുക്കും. ബാക്കി പകുതി വല്ല ആറ്റിൻ്റെ വെള്ളം കുടിക്കാതെ എഴുത്തങ്ങ് വെള്ളത്തിൽ ഇങ്ങനെ നശിച്ചു. ഇപ്പോൾ എന്താണെന്നറിയാമോ, നളൻ അവിടെ നിന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് പ്രേമലേഖനം ഒരു ഞെക്കേക്കും ദമയന്തിയുടെ ബെഡ്റൂമിനകത്ത് പ്രേമലേഖനം 1 സെക്കൻഡ് ഉണ്ട്. ഈ പ്രേമലേഖനം അടിച്ചിട്ട് ഞെക്കേക്കാണ് ദമയന്തിയുടെ കൈ കിട്ടും. പ്രേമിക്കാൻ ഒരു രക്ഷയില്ല. പ്രേമിച്ചിട്ട് ഒരവധി നിന്ന് പെടുകയാണ്. 18 വയസ്സുള്ള കുട്ടി മൊബൈൽ തോളിൽ കൂടെ പ്രേമിച്ചു. അവൻ പറഞ്ഞു ഈ കയ്യിലുള്ള സ്വർണ്ണം ഒഴിഞ്ഞു വാ തമ്പാൻ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പോകാൻ. ഈ പെൺകുട്ടി സ്വർണ്ണം കൊടുത്ത് തമ്പാൻ റെയിൽവേ സ്റ്റേഷൻ ചെന്നു. അപ്പോൾ 64 വയസ്സുള്ള ഒരുത്തം പല്ലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പെങ്കൊച്ച് ഓടി റെയിൽവേ പോലീസ് കയറിയിട്ട് രക്ഷപ്പെട്ടാൽ വെച്ചു. ഞാൻ എൻ്റെ കൈ കൊണ്ട് ആരെയും തല്ലിയിട്ടില്ല. ഈ 64 വയസ്സാണ് എൻ്റെ കൈവരം കേട്ട് ആട്ടിൻ്റെ ചെവിക്കൽ ഞാൻ വിളിക്കും. 64 വയസ്സുള്ള 18 വയസ്സുള്ള കുട്ടിച്ചിനെ വഴിയാതാക്കാൻ പറ്റും. അപ്പോൾ പ്രേമിക്കുന്നതിന് എന്ത് വയസ്സാണ് എന്ത് ബലമാണെന്നൊന്നും അറിഞ്ഞില്ല. അവൻ്റെ 22-ാമത്തെ വയസ്സാണ് ഫോട്ടോ എടുത്തിട്ടാണ് മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുന്നത്. അവനാന്ന് വിചാരിച്ച് ഈ പെണ്ണ് പ്രേമിക്കുന്നത്. അങ്ങനെ പ്രേമം ജീവിതം നശിക്കാം. സ്പീഡ് പ്രേമം ഇങ്ങനെ നശിക്കാം. പിന്നെ തെറ്റായ പ്രവണതകളുടെ കുട്ടിയെന്ന് വിടും. ഇങ്ങനെ 5-ാമത് ലഹരിയാണ് ഈ 13 വയസ്സിലെ 19 വയസ്സിലെ കുട്ടിയെ പിടിക്കുന്നത്. അതേതെങ്കിലും ലഹരിപ്പെട്ടാൽ അവൻ്റെ അവസാനം കുടുംബത്തിൻ്റെ അവസാനം. ഈ ലഹരിപ്പെട്ടവൻ അമ്മയെ കൊല്ലും, അപ്പനെ കൊല്ലും. പ്രേമിച്ച പെണ്ണ് നല്ല ജോലി കിട്ടി അവളെ കെട്ടുമെന്ന് സംശയം വന്നു, അവളെ കൊല്ലാൻ പോയി. അവളുടെ ആങ്ങളെ അപ്പനെ തല്ലിക്കൊന്നു. അവൻ പോയി റെയിൽവേ ട്രാക്കിൽ തല വെച്ചു. കഴിഞ്ഞ ആഴ്ചയുടെ സംഭവമാണ്. ഈ അപകടകരമായ സംഭവത്തിലേക്ക് കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഈ 13 വയസ്സിൽ 19 വയസ്സിൽ കുട്ടികളുള്ളപ്പോൾ നമ്മൾ 2 കണ്ണല്ല 4 കണ്ണുകളുണ്ട്. 2 ചെവിയുള്ള 4 ചെവിയുള്ള കുട്ടിയെ ശ്രദ്ധിക്കണം. പല രീതിയിൽ നമ്മൾ കുട്ടിയെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അതേസമയം ഈ ലഹരിക്കെതിരെയുള്ള പരിഹാരം എന്താണ്? ലഹരിക്കെതിരെയുള്ള പരിഹാരം ലഹരി എന്തുകൊണ്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലാത്ത ഒരുത്തിന് കുടുംബത്തെ പോകണം. അപ്പോഴാണ് ഈ കഞ്ചാവ് വയ്ക്കാൻ പറയുന്നത്. കഞ്ചാവ് വയ്ക്കാൻ പോയാൽ ആശാവർക്കന്മാർക്ക് തന്നെ 3 ലക്ഷം ശമ്പളം കിട്ടും. 30,000 രൂപ പിടിച്ചാലോ ഈ പാവപ്പെട്ടവർ പോയി. കേരളത്തിലെ 70% കഞ്ചാവ് വരുന്നത് ഗുജറാത്തിൽ നിന്നും ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും 3 ഭരിക്കുന്നത് BJP ആണ്.
പിന്നെ കഞ്ചാവ് വരുന്നവിടുന്നാണ്, MD വരുന്നവിടുന്നാണ്, ബാംഗ്ലൂർ വരുന്നു, ഹൈദരാബാദ്. രണ്ട് ഭരിക്കുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടിയാണ്. ഇവിടെ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി. ആ സെൻട്രലൈസ്ഡിനെ പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റില്ല. സോഴ്സിനെ പിടിക്കാതെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ എന്താ കാര്യം? യാതൊരു കാര്യമില്ല. അപ്പോൾ കഞ്ചാവിനെ നശിപ്പിക്കണം, ഈ ലാസ്റ്റ് നിൽക്കുന്ന ആളിനെ പിടിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കൺട്രോളിൽ അതോറിറ്റി അത് പറ്റില്ല. അപ്പോൾ ഈ കഞ്ചാവിൽ ലഹരിയിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം? ലഹരിയിൽ രക്ഷപ്പെടാൻ മറ്റൊരു ലഹരിയിലേക്ക് കുട്ടിയെ തിരിച്ചു വന്നു. മറ്റൊരു ലഹരിയിലേക്ക് എൻ്റെ അപ്പം തിരിച്ചിട്ട് വായനയിലേക്കാണ്. ഞാൻ 16-15 മണിക്കൂർ വായിച്ചു, അതിൽ ഇൻട്രസ്റ്റായി. തിരുവനന്തപുരത്തെ മറ്റൊരു കുട്ടി, അവൻ പഠിക്കും, പാടാൻ കഴിവുണ്ട്. ആ കുട്ടിയെ വളരെ ശ്രദ്ധേയമായി കലയിലേക്ക് തിരിച്ചു പോയി. അദ്ദേഹം വായിക്കുന്ന സംഗീതം കൊണ്ടുള്ള അദ്ദേഹം അതിമിടുക്കനായി മാറി. ആ നിർഭാഗ്യവശാൽ മനുഷ്യൻ വരുന്ന വഴി കിഴക്കുളത്തൊരു ആക്സിഡൻറ്റിൽ രാത്രി മരിച്ചുപോയി. എങ്കിലും ചെറുപ്പത്തിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്കൊരു ലഹരി കൊടുത്താൽ സംഗീതപരമാണ്. വേറെ ചില കുട്ടികളുണ്ട് അപാരമായി പാടാൻ കഴിവുണ്ട്. ആ കുട്ടി വന്നിട്ട് ഏഷ്യാനെറ്റിൻ്റെ സമ്മാനം വാങ്ങിച്ച് ആരും ഭംഗിയായിട്ടൊക്കെ പോയി. മറ്റു ചില കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റില്ല, സംഗീതത്തിൽ വലിയ ഇൻട്രസ്റ്റ്. വേറെ ചിലർ കഥകളി ആടും, കോളേജൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കഥകളി ഭംഗിയായിട്ടാണ്. ലോകത്തിന് ഗുണമുള്ള സംഗതികൾ പഠിക്കും. മറ്റൊരാൾ ചിത്രകാരനായി, വളരെ വലിയ ചിത്രകാരൻ. രാജാരവിവർമ്മ കോളേജ് പോയിട്ടുണ്ടോ? ഇല്ല. രാജാരവിവർമ്മ ബാക്കി ചിലരെ പഠിച്ചിട്ടില്ല. വലിയ എഴുത്തുകാരൻ, വലിയ പെയിൻ്ററായി. ചില കുട്ടികൾ കേരളത്തിൽ വലിയൊരു പെയിൻ്റർ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പെയിൻ്ററായി മാറിയില്ലായിരുന്നു. അപ്പം നമ്മുടെ കുട്ടികൾക്ക് 13 തൊട്ട് 19 വയസ്സ് വരെ അപകടം പിടിച്ച ലഹരിയിലോട്ട് തിരിയാതിരിക്കാൻ വേണ്ടി പുതിയ ലഹരിയിലോട്ട് കയറ്റി വിടണം. അതിനാണ് ഹോബി എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. മനുഷ്യ നിങ്ങളുടെ സംഘടനയുടെ ഭാഗമായി നമ്മുടെ കുട്ടികളെ പോസിറ്റീവ് തിരിച്ചിടാൻ പറ്റുന്ന ലഹരി എന്തൊക്കെയാണെന്ന് സത്യം. വൈക്കത്തെ കുട്ടിയെ സ്വാധീനിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ്? അപ്പോൾ കുറച്ച് കുട്ടികളെ സംഗീതത്തിൽ പണി വന്നു കൊടുക്കണം, കുറച്ച് കുട്ടികൾക്ക് പെയിൻറ്റിങ് വന്നു കൊടുക്കണം, കുറച്ച് കുട്ടികൾക്ക് മറ്റ് കലാരൂപങ്ങൾ വന്നു കൊടുക്കണം, മറ്റു ചില കുട്ടികളെ വിദ്യാഭ്യാസമായിട്ട് ഉയർത്തണം, മറ്റു ചില കുട്ടികളെ ജീനിയസ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കണം. ആ കുട്ടി ജീനിയസ് പരീക്ഷയ്ക്ക് പഠിച്ച് 2 പ്രൈസ് അടിക്കും. പിന്നെ കുട്ടിക്ക് ഒരു പ്രൈസ് കിട്ടിയാണല്ലോ അടുത്ത പ്രൈസ് വാങ്ങിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാകും. അടിച്ച് പറത്തി കുട്ടിയൊക്കെ തിരിഞ്ഞു പോകും. അപ്പം നെഗറ്റീവായ ലഹരിയിൽ നിന്ന് പോസിറ്റീവായ ലഹരിയിലോട്ട് തിരിക്കണം. അപ്പോൾ മനുഷ്യ ഒരു 8-10 പോസിറ്റീവ് ലഹരികൾ കണ്ടെത്തണം, കലാരൂപങ്ങൾ കണ്ടെത്തണം, പഠിത്തത്തിന് കണ്ടെത്തണം, സ്കോളർഷിപ്പ് പരീക്ഷ എന്ന് കണ്ടെത്തണം. അതിലോട്ട് ഈ കുട്ടികളെ ശ്രദ്ധയൊക്കെ തിരിക്കണം. ആ 13 വയസ്സിൽ 19 വയസ്സിലെ കുട്ടിക്ക് തെറ്റായ പ്രവർത്തനം കിട്ടിയില്ലെങ്കിൽ പിന്നെ കുട്ടി കുഴപ്പമുണ്ടാവില്ല, കുട്ടി രക്ഷപ്പെടും. ഇത് വളരെ പ്രത്യേക ശ്രദ്ധിക്കണം. പിന്നെ 20 വയസ്സ് കഴിയും കുട്ടിക്ക് വളരെ പ്രത്യേകതയോടുകൂടി ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് വിവാഹം. അതിനെപ്പറ്റി ചില തെറ്റായ ധാരണകൾ നമ്മുടെ മക്കളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായി എന്താണ് മാരേജ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നല്ലൊരു കല്യാണം വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയും ABCDEF. ആദ്യത്തെ 6 അക്ഷരങ്ങൾ കറക്റ്റായിരിക്കണം. A എന്ന് പറഞ്ഞാൽ എബിലിറ്റി, B എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, C എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, D എന്ന് പറഞ്ഞാൽ ഡൗറി, അടുപ്പം പറഞ്ഞ കേസാണ് സ്വത്തവകാശം, E എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, F എന്ന് പറഞ്ഞാൽ ഫാമിലി. ഈ 6 എണ്ണം കറക്റ്റായാൽ മാച്ചിങ് കല്യാണം വരും. അതോടൊപ്പം 2 കാര്യങ്ങൾ കറക്റ്റായി തീരുമാനിക്കാൻ തെറ്റിപ്പോയാൽ ഭൂമിയിൽ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ല. 1 മനസ്സിനുണ്ടെങ്കിൽ ജോലി, 2 മനസ്സിനുണ്ടെങ്കിൽ ഇണ. നല്ല വിവാഹവും നല്ല ജോലി മനസ്സിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിൽ സന്തോഷവും സാധനം ആ മനുഷ്യനുണ്ടാവില്ല. അപ്പോൾ 10 വയസ്സാകുമ്പോഴേക്കും ഉചിതമായൊരു ജോലി, മനസ്സിനുണ്ടെങ്കിൽ ജോലി, മനസ്സിനുണ്ടെങ്കിൽ ഇണ, ഇത് രണ്ടും സെലക്ട് ചെയ്യുന്നത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധേയമായ ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ മനസ്സിനുണ്ടെങ്കിൽ ജോലി, മനസ്സിനുണ്ടെങ്കിൽ വിവാഹം കിട്ടിയാൽ നിങ്ങളുടെ മക്കൾ സന്തോഷകരമായി ജീവിതം നയിക്കും. അതോടൊപ്പം വീട്ടിൽ നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾക്ക് മാതൃകകളാകേണ്ടത്. കുട്ടി ചെറുപ്പത്തിൽ അച്ഛനമ്മയെ നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ആ ഇമിറ്റേഷൻ രംഗത്ത് വളരെ കറക്റ്റായി 20 മണിക്കൂർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ മൊബൈൽ കളിക്കുന്ന മോളെ മോളെ കളിക്കുന്നതോ അമ്മയ്ക്ക് എന്താ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ മറ്റാരോടും കമ്പയർ ചെയ്യരുത്. നിൻ്റെ അപ്പുറത്തെ കുട്ടിക്ക് വയ്ക്കാൻ മാർക്കല്ല എന്ന് ചോദിച്ച് കളിയാക്കല്ല. അതാണ് ബോബനും മോളി. പണ്ട് ടോംസ് എഴുതുന്ന ബോബനും മോളി ഉണ്ടായിരുന്നു. അതിലൊക്കെ കുട്ടിയെ അത്ര മാർക്ക് എന്താ നിനക്ക് കിട്ടാത്തതെന്ന് നമ്മൾ ചോദിച്ചു.
അപ്പം മോള് ചോദിച്ചു, അമ്മയ്ക്ക് ഇന്ദിരാഗാന്ധിക്ക് ഒരേ പ്രായമല്ലേ, അമ്മ ഇന്ന് ഇന്ദിരാഗാന്ധിയെ പോലെ ആവട്ടെന്ന് ചോദിച്ചു തോമസിൻ്റെ പ്രോബ്ലം മോളി. ഇത് പറഞ്ഞ പോലെ നിങ്ങളെങ്ങോട്ട് കമ്പയർ ചെയ്താൽ നിങ്ങളെ കുട്ടി കമ്പയർ ചോദിക്കാം, അപ്പുറത്തെ ആളുകൾ ഓഫീസറായില്ല, അപ്പം എന്താ അതുപോലെ ആവാമെന്ന് ചോദിച്ചാൽ കറങ്ങിപ്പോതില്ല. നെവർ കമ്പയർ ചിലർക്ക് സമ്മതിച്ചില്ല. പക്ഷെ കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അംബിഷൻ സെറ്റ് ചെയ്യണം, കറക്റ്റ് ജോലി സെറ്റ് ചെയ്യണം, കറക്റ്റ് റിവാർഡ് സെറ്റ് ചെയ്യണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവം, വീട്ടിലെ പ്രായമുള്ളവരെ സംരക്ഷിക്കുന്ന കുട്ടി കാണും. 60 വയസ്സ് കഴിഞ്ഞ് അപ്പനമ്മ എങ്ങനെ ശുശ്രൂഷിക്കുന്നതെന്ന് കൃത്യമായി കുട്ടി കാണും, കുട്ടി ശ്രദ്ധിക്കും. നിങ്ങളുടെ വയസ്സുകാലത്ത് കിട്ടാൻ പോകുന്നത് നിങ്ങൾ അപ്പനമ്മ എങ്ങനെ ശുശ്രൂഷിക്കുന്നോ ആ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇതിൻ്റെ സാധാരണ കർമ്മഫലം നിങ്ങളുടെ കുട്ടികളിൽ കാണും. നിങ്ങൾ അപ്പനമ്മ നോക്കി അതുപോലെ നിങ്ങൾക്ക് അവസാനം കിട്ടും. പക്ഷെ 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ ആ ആളിനെ എങ്ങനെ സംരക്ഷിക്കണം, അത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് അറിയിച്ചു കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. 55 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓർമ്മശക്തി ബ്രെയിൻ സെൽസിൻ്റെ ഫംഗ്ഷൻ കുറയും. അപ്പോൾ ബ്രെയിൻ സെല്ലിനകത്ത് ഒരു വർഷം പെർ ഇയർ 1.5 ലക്ഷം 2 ലക്ഷം ന്യൂറോൺസാണ് മരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഒരു ദിവസം 4 മണിക്കൂറെങ്കിൽ വായിക്കുകയോ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യണം. ബ്ലഡ് സപ്ലൈ ഓഫാക്കണം. അതിന് ശാസ്ത്രം പറയുന്നത് 10 മിനിറ്റ് ആരെങ്കിലും ചീത്ത വിളിക്കണമെന്നാണ്. അപ്പോൾ ബ്രെയിൻ ആക്ടിവേറ്റ് ആകും. മനുഷ്യൻ മരുമുളകൊന്നും ചീത്ത വിളിക്കലായിരുന്നു. മുറ്റത്തെ പട്ടിയോ മുറ്റത്തെ മരത്തെയോ ആൽമരമായും പട്ടി മറ്റൊന്നും ചീത്ത വിളിച്ചോളാം. ആരെങ്കിലും 10 മിനിറ്റ് ചീത്ത വിളിച്ചെങ്കിൽ ബ്രെയിനിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായി, ബ്രെയിൻ ശരിയാവും. എക്സസൈസ് വേണം, ഇല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് അട്രോഫി. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമുണ്ട്. 55 വയസ്സ് കഴിഞ്ഞാൽ തലച്ചോറ് ആയുസ് നിലനിൽക്കണമെങ്കിൽ ഒരു മൂലകം വളരെ പ്രധാനമാണ്, സെലീനിയം. ലോകത്തിൽ 100 വയസ്സുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, ടർക്കി, ജപ്പാൻ, അവിടെയൊക്കെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം അവർ കണ്ടെത്തിയത് സെലീനിയമുള്ള ആഹാരം കഴിക്കുന്ന ആളുകൾ 100 വയസ്സിലൊക്കെ സുഖമായിട്ട് ജീവിച്ചിരിക്കും. സെലീനിയം കുറഞ്ഞാൽ ആയുസ് അത്രയും കിട്ടുകയില്ല. ഗ്രഹപ്പുഴ കേരളത്തിൽ ഈ സെലീനിയം മണ്ണിലില്ല. കൊല്ലത്തെ റേറൻസിൽ ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അത് നമ്മൾ സാധാരണ കഴിക്കുന്ന വെജിറ്റബിൾസ് ആണ് കിട്ടത്തില്ല. അപ്പോൾ സെലീനിയം അടങ്ങുന്ന ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചിരിക്കണം. 2, വൈറ്റമിൻ സി. ലോകത്തിലെ മിക്ക മുഴുവൻ ശരീരത്തിലെ വൈറ്റമിൻ സി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനതില്ല. അതുകൊണ്ട് ആവശ്യമുള്ള വൈറ്റമിൻ സി കഴിച്ചിരിക്കണം. പിന്നെ 20% നമ്മുടെ രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ്. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ ഒരു സപ്ലിമെൻ്റ് നമുക്ക് കഴിച്ചിരിക്കണം. 55 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓർമ്മ ശക്തി ഗണ്യമായി കുറയുകയാണ്. ഇനി ഒരു ഫാക്ടർ വൈറ്റമിൻ B12 സയാനോകോബാലമിൻ കുറയുന്നതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മളൊരു മെത്തിക്കോബാൽ 500 mcg ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റീജനറേറ്റീവ്. അങ്ങനെ നമ്മുടെ ആരോഗ്യം നമ്മൾ പാലിച്ചോളാം. ഇല്ലെങ്കിൽ നമ്മൾ മക്കൾക്കൊരു ഭാരമായി, കൊച്ചുമക്കളൊരു ശല്യമായി കരുതുന്ന അവസ്ഥയിലേക്ക് നമ്മൾക്ക് കളയരുത്. നമ്മളങ്ങനെ പോയാൽ നമ്മുടെ കൊച്ചുമക്കളുടെ വളർച്ചയാണ് നമ്മൾ തടയുന്നത്. അതുകൊണ്ട് ഈ പ്രൊപ്പോർഷൻസ് എടുത്ത് നമ്മൾ വയസ്സകത്ത് ആരോഗ്യമായി മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ഭാരമാകാതെ ഇരിക്കണം. വല്യപ്പച്ചന്മാർ സന്മാർഗതകളൊക്കെ പറഞ്ഞ് കൊച്ചുമക്കളെ കളിപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ആ യൗവനം തങ്ങളിലേക്ക് വരും, സന്തോഷകരമായ കുടുംബം ഉണ്ടാകും. അപ്പോൾ ഗർഭത്തിലാവുന്ന മുതൽ 75 വയസ്സാവുന്നവരെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരെയും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മനുഷ്യയുടെ പ്രവർത്തന പ്രകാരം നമ്മുടെ കുടുംബം വലിയ വലിയ മഹാന്മാരെ സൃഷ്ടിക്കും. അതുകൊണ്ട് ഗർഭിണിക്ക് വേണ്ട അവർ കൊണ്ടുകൊടുക്കുക, 3 വയസ്സുള്ള കുട്ടികൾക്ക് അവർക്ക് കൊണ്ടുകൊടുക്കുക, 3 വയസ്സിൽ 8 വയസ്സുള്ള കുട്ടികൾ വലിയ വലിയ ക്ലാസ് എടുക്കുക, മക്കളെ എങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുകൊടുക്കുക. 12 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് വരെ ജീൻസിലെ അപകടകരമായ ലഹരിയിൽ പോകാൻ കുട്ടിയെ രക്ഷിക്കുക. കുട്ടിക്ക് 10ാം ക്ലാസ് ആകുമ്പോഴും 12ാം ക്ലാസ് ആകുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഗൈഡൻസ് കൊടുക്കുക. പഠിക്കാൻ എന്ത് ചെയ്യണം, സ്കോളർഷിപ്പ് കൊടുക്കാൻ എന്ത് ചെയ്യണം. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഗൈഡൻസ് ടെസ്റ്റ് കൊടുത്തിട്ട് കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ മേഖല എന്ന കുട്ടിക്ക് ഐഡൻറ്റിറ്റി കൊടുക്കണം. മത്സര പരീക്ഷയുടെ പാസ്സാക്കണം. 150 പരീക്ഷയുടെ ലിസ്റ്റ് കുട്ടി കൊടുക്കണം. കുട്ടിക്ക് എന്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അത് കമ്പ്യൂട്ടറിലൂടെ ആർട്സ് പുറത്ത് കുട്ടിയുടെ കൈ പഠിക്കാൻ വളരെ ഈസിയായിട്ട് കുട്ടി പഠിച്ച് അത്ഭുതം സൃഷ്ടിക്കുന്ന കുട്ടിയായിട്ട് തീരും. പിന്നെ യൗവനത്തിൽ എത്തുമ്പോഴേക്കും ബാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സമ്പന്നമായ കുടുംബം ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മഹാത്മാവ് ജനിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യാം. ഓരോ പ്രായത്തിനുള്ള ക്ലാസ് സെപ്പറേറ്റ് ചെയ്ത് മനീഷി അതായത് അങ്ങനെ ഓരോ അംഗങ്ങളെ സ്പെഷ്യലൈസ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് 98 വീഡിയോസാണ് അയച്ചിരിക്കുന്നത്. ആ ഓരോ വീഡിയോ ഓരോ ക്ലാസ്സിനും അർഹതപ്പെട്ടതാണ്. അപ്പോൾ അത് പ്രസംഗിക്കാതെ നിങ്ങൾക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് അതാണ് ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്ത് ഈ മനുഷ്യരുടെ എല്ലാ അംഗങ്ങളുടെയും കുടുംബങ്ങളിൽ മഹാത്മാ ജനിക്കാൻ ഇടവരട്ടെ.
ഭാവിയിൽ ഈ ദേശത്തിൻ്റെ ഗതി മറിച്ച ഒരു വലിയ സംഘടനയായി മനുഷ്യൻ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.